السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യ വിശ്വാസികളെ റഹ്മാനായ അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ തലങ്ങളിലും സൂക്ഷിക്കണം, ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ വർഷത്തെ വിശുദ്ധ റമദാനിൻ്റെ പകുതിയും പിന്നിട്ട് ഏകദേശം അവസാന പത്തിനോട് നാം അടുക്കുകയാണ്. ഈ സമയം കഴിഞ്ഞുപോയ ദിവസങ്ങളെ കുറിച്ച് ഒരു വിലയിരുത്തലും ഇനി വരാനുള്ള ദിവസങ്ങളെ കുറിച്ച് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള ഒരു ആലോചനയും നന്നായി ഉണ്ടായാൽ അവശേഷിക്കുന്ന ദിവസങ്ങൾ ധന്യമാക്കാൻ നമുക്ക് സാധിക്കും. ഈ ദിവസങ്ങളെല്ലാം അനുഷ്ഠിച്ച നോമ്പുകൾ കൊണ്ട് നരകത്തിൽ നിന്ന് അകലുവാൻ, പാപങ്ങൾ പുറത്ത് കിട്ടുവാൻ, റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ, തഖ്വ വർദ്ധിപ്പിക്കാൻ, അങ്ങനെ തുടങ്ങി നോമ്പ് കൊണ്ട് നേടേണ്ട കാര്യങ്ങൾ നേടാൻ പര്യാപ്തമാകുന്ന രൂപത്തിലായിരുന്നു എന്ന് നമ്മുടെ ഓരോരുത്തരുടെയും നോമ്പിനെ കുറിച്ച് സ്വന്തമായ വിശകലനം നടത്തുക. ആ വിശകലനത്തോട് നാം മുന്നോട്ട് പോകുമ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കും. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഓർക്കുക, നമ്മുടെ കൂടെ കഴിഞ്ഞ കൊല്ലം റമദാനിൽ ഉണ്ടായിരുന്ന എല്ലാ മനുഷ്യരൊന്നും ഈ കൊല്ലത്തെ റമദാനായപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. ചിലരൊക്കെ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി മരണപ്പെട്ടു പോയി. ഈ പള്ളിയിൽ തന്നെ നമ്മൾ ആലോചിച്ചു നോക്കൂ, ഈ പള്ളിയിൽ തന്നെ ഈ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് എത്ര ജനാസയാണ് കഴിഞ്ഞ റമദാനിന് ശേഷം ഈ റമദാൻ വേണ്ട, ഈ റമദാനിലെ പോലുമുണ്ട് ഈ ദിവസത്തിനടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് നാം നമസ്കരിച്ചത്. അല്ലാഹു തആല അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പലരും ഇവിടെ കുടുംബങ്ങളുണ്ടാകും, ബന്ധുക്കളുണ്ടാകും, നാട്ടുകാര്, അയൽവാസികളൊക്കെയാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ ആ ഗണത്തിൽ പെട്ടില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് അല്ലാഹു നിശ്ചയിച്ച സമയമായിട്ടില്ല. അതുകൊണ്ടാണ്. നമ്മുടെ സമയമായാൽ ആ സമയത്ത് നമ്മളും നമ്മുടെ വിശ്വാസവും അമലുകളുമായി മടങ്ങി പോകേണ്ടതാണ്. ഈ ഒരു തിരിച്ചറിവോടെയാകണം നാം ഈ ഓരോ സമയവും കഴിച്ചു കൂട്ടേണ്ടത്. ഇന്നലെ ഈ നേരത്ത് നാം ഉണ്ട്, ഇതേ സമയത്ത് ഇന്നലെ നാം ഉണ്ട്, ഇപ്പോഴും നാം ഉണ്ട്. പക്ഷെ ഒരു വ്യത്യാസം എന്താണെന്നറിയോ പ്രിയമുള്ളവരെ, ബഹുമാന്യരെ? ഇന്നലെ എത്രയായിരുന്നു നമ്മുടെ ആയുസ്, അതിലേറെ 24 മണിക്കൂർ കൂടെ, അതിൽ നിന്ന് 24 മണിക്കൂർ കൂടെ കുറഞ്ഞിരിക്കുന്നു എന്നാണ്. കഴിഞ്ഞ കൊല്ലവും റമദാനിൽ നാം ഉണ്ട്,
ഈ കൊല്ലവും ഇപ്പോൾ നാം ഉണ്ട്. വ്യത്യാസം കഴിഞ്ഞ കൊല്ലം ഈ സമയത്ത് നമുക്ക് ഉണ്ടായിരുന്ന ആയുസ്സിനേക്കാൾ ഒരു വർഷം കൂടെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോയിരിക്കുന്നു എന്നാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ മരണത്തോട് ഒരു കൊല്ലം കൂടെ നാം അടുത്തിരിക്കുന്നു എന്നാണ്. ഈ ഒരു തിരിച്ചറിവോടെയാകണം നമ്മൾ ഈ പ്രത്യേകിച്ച് റമദാന്റെ സമയം അല്ലാത്തപ്പോഴും കഴിച്ചു കൂട്ടേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തഖ്വയിൽ ജീവിക്കാനും ആ നിലക്ക് തന്നെ മരണപ്പെടാനും അങ്ങനെ മുത്തഖീങ്ങൾക്ക് ഒരുക്കിയ സ്വർഗ്ഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിലെത്താനും നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഇമ്പമുള്ള കുടുംബം എന്നതാണ് ഇന്ന് അല്പനേരം നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്. വലിയ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹം സത്യത്തിൽ നമ്മൾ ഇവിടെ ഒന്ന് പുറത്തിറങ്ങി അങ്ങാടിയിലൊക്കെ ഇറങ്ങി നമ്മൾ ജോലി സ്ഥലത്തൊക്കെ എത്തി അങ്ങനെ എന്തെങ്കിലും ഒരു ടെൻഷനും വിഷമവും ഒരു തലവേദന വന്നാൽ ഞാൻ വീട്ടിൽ പോട്ടെ എന്നാ പറയാം. കാരണം വീട്ടിൽ ചെന്നാൽ ഒരു ആശ്വാസം ഉണ്ടാവും. മസ്കൻ എന്ന് വീടിന്റെ ഒരു പേരുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു സമാധാനത്തിന്റെ കേന്ദ്രം എന്നാണ്. വീടിന് മൻസിൽ എന്ന അർത്ഥമുണ്ട്. അവിടെ ഇറങ്ങി താമസിക്കാനുള്ള സ്ഥലം എന്ന അർത്ഥത്തിലാണ്. ബൈത്ത് എന്ന് പറയുന്നു രാത്രി അവിടെ കഴിച്ചു കൂട്ടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സംഗതി ഒന്ന് തന്നെയാണ്, പക്ഷെ വ്യത്യസ്ത ആശയതലം സൂചിപ്പിക്കുന്ന പദങ്ങൾ അറബിയിലുണ്ട്. ഇനി ഈ സമാധാനത്തിന്റെ കേന്ദ്രമാണ് സത്യത്തിൽ നമ്മുടെ വീടുകൾ. അങ്ങനെ ആകണം ശരിക്കും നമ്മുടെ വീടുകൾ. പക്ഷെ പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ട് സമാധാനത്തിന്റെയും അതുപോലെ സ്നേഹത്തിന്റെയും ഒക്കെ കേന്ദ്രമാകേണ്ടുന്ന വീടുകൾ അതിൽ നിന്ന് മാറിപ്പോകും. അതൊരു വസ്തുതയാണ്. ചില ആളുകൾക്ക് ചില പിതാക്കൾ ഒരു പിതാവ് വീട്ടിൽ കിടത്തിയാൽ അതുവരെ ഉണ്ടായിരുന്ന സ്വസ്ഥത പിന്നെ അവിടെ ആകെ ഒച്ചയും വിളിയും ബഹളവും. അതുപോലെ ഏതെങ്കിലും ഒരു മകൻ ഉണ്ടാവും. ചിലപ്പോ ആ മകൻ ആ വീട്ടുകൾ കയറി വന്നതോടുകൂടി അവിടെ അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ഇമ്പമുണ്ടല്ലോ, ഒരു സ്നേഹമുണ്ടല്ലോ, അതൊക്കെ അല്ലേ. കാരണം പിന്നീട് ബഹളമായി എന്തൊക്കെയായി. സത്യത്തിൽ അങ്ങനെ ആകാതിരിക്കാൻ രണ്ടു കാര്യങ്ങളാണ് ഞാനിത് ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ഒന്ന്, നമ്മുടെ വീട്ടിൽ ഒരു ഇസ്ലാമിക അന്തരീക്ഷം ഉണ്ടാക്കുക എന്നതാണ്. രണ്ട്, ഈ വീട്ടിലെ ഓരോരുത്തരും പരസ്പരം നിർവഹിക്കേണ്ട ബാധ്യതകൾ, കടമകൾ ഇത് നിറവേറ്റുക എന്നുള്ളതാണ്. ഇത് രണ്ടും. ഒപ്പം പിന്നെ അല്ലാഹുവോട് നല്ല ഒരു സമാധാനമുള്ള കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യും. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയും ചെയ്യാം. അപ്പൊ ഈ രണ്ട് കാര്യമാണ് പ്രധാനമായി സൂചിപ്പിക്കുന്നത്. ഒന്ന്, നമ്മുടെ വീട്ടിൽ ഒരു ഇസ്ലാമിക അന്തരീക്ഷം ഉണ്ടാക്കുക എന്നതാണ്. എന്ന് പറഞ്ഞാല് നമ്മള് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ബിസ്മി ചൊല്ലിക്കൊണ്ട് പ്രവേശിക്കുക. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥന ഉണ്ടല്ലോ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് അറിയാത്ത ആരുണ്ടോ? പക്ഷെ പലപ്പോഴും ഇന്നല്ലേ നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ടാണ് ഇപ്പൊ നമ്മൾ ഈ പള്ളിയിലുള്ളത്. ചിലരെങ്കിലും തിരക്കൊണ്ട് വിട്ടുപോയിണ്ടാവും. ചിലരെങ്കിലും ഇത് അറിയാത്തോണ്ടല്ല, ആ പ്രാർത്ഥനയുടെ ആശയം അറിയാത്തോണ്ടല്ല, ചിലപ്പോ തിരക്കോട് വിട്ടുപോകുന്നതാണ്. അതൊന്നും ശ്രദ്ധിക്കാൻ പറയുന്നത് ആ നിലക്കുള്ള വീട്ടിൽ ഒരു ഇസ്ലാമിക അന്തരീക്ഷം ഉണ്ടാക്കുക എന്നതാണ്. പരസ്പരം ദീനിയായ ഓർമ്മപ്പെടുത്തലുകൾ. ഇപ്പൊ ഭക്ഷണം കഴിക്കാനിരിക്കാൻ നോമ്പാണല്ലോ, നോമ്പ് തുറക്കുകയാണ് അല്ലെങ്കിൽ അത്താഴം കഴിക്കുകയാണ്. ആ സമയത്ത് മക്കളെ ബിസ്മി ചൊല്ലുകയാണ്. ഒരു ഓർമ്മപ്പെടുത്തൽ. അങ്ങനെയാകുമ്പോ അവർ ബിസ്മി ചൊല്ലിയിട്ടുണ്ടാകും, എന്നാലും അത് ചൊല്ലിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു അവസ്ഥ അവിടെ ഉണ്ടാവും. അതുപോലെ മതപരമായ ചർച്ചകൾ വീട്ടിൽ നടക്കട്ടെ, ദീനിയായ ചർച്ചകൾ നമ്മുടെ വീട്ടിൽ നടക്കട്ടെ. ഇപ്പോ നാട്ടിലെ പലതരം ഇഷ്യൂസ്, ഇപ്പൊ നമുക്കറിയാലോ, കൊലപാതകങ്ങളുടെ പരമ്പര നടന്നുകൊണ്ടിരിക്കുന്നത് എന്തെല്ലാം രൂപത്തിൽ. ഇന്നലെ വേറൊന്ന്, അതിന് കുറച്ച് ദിവസം മറ്റൊന്ന്, ഇനി ഒന്നെന്താ വരാന്നിരുത്തി കാത്തിക്കുന്ന രൂപത്തിലാണ്.
ആ രൂപത്തിൽ കൊലപാതകങ്ങൾ നടക്കുകയാണ്. അപ്പൊ ഈ കൊലപാതകങ്ങളൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ വീട്ടിൽ ചർച്ച വരും, അല്ലെ? മകൻ ഉമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്നു, അതുപോലെ തന്നെ ആ മകൻ വല്യമ്മയെ കൊല്ലുന്നു, അങ്ങനെ തുടങ്ങി പിതൃവിനെയും ഭാര്യയും കൊല്ലുന്നു, ഇങ്ങനെ ഉമ്മയെ വേറെ കൊല്ലുന്നു, ഇങ്ങനെ തുടങ്ങിയിട്ട് പലജാതി ചർച്ചകൾ അല്ലെങ്കിൽ സംഭവങ്ങൾ നടക്കുമ്പോൾ വീട്ടിൽ നമ്മൾ ചർച്ച നടത്തും. എന്താ നമ്മുടെ നാടിന്റെ കഥ പഠിച്ചോടെ? ഉമ്മയും ബാപ്പയും കുട്ടികളും ഭാര്യയും ഭർത്താവും സഹോദരങ്ങളും എല്ലാവരും പങ്കെടുക്കും. ഓക്കെ, സ്വാഭാവികം ഉണ്ടാകുന്നത് നല്ലതാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, അത്തരം കേസുകളിൽ നാം ചർച്ച നടത്തുമ്പോൾ നമ്മുടെ അതേ വീടുകളിൽ മറ്റു മതപരമായ ചർച്ചകൾ, ഒരു വെള്ളിയാഴ്ച ഖുതുബ കേട്ടു, ആ ഖുതുബ കേട്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വല്ല ചർച്ചയും, കൂടുതൽ പഠിക്കേണ്ടതുണ്ടോ എന്ന ആലോചനയും ഉണ്ടെങ്കിൽ സംശയം തീർക്കാനുള്ള ശ്രമങ്ങളും ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ആ നിലക്കുള്ള ചർച്ചകൾ വീടുകളിൽ നടക്കണം. മതപരമായ ചർച്ചകൾ, മതപരമായിട്ടുള്ള ഓർമ്മപ്പെടുത്തലുകൾ. വീട്ടിൽ നമ്മളെല്ലാവരും ഇറങ്ങണം. ഒരു കാറുള്ള വീടാന്ന് വിചാരിച്ചോ, ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് പിന്നെ നമ്മൾ ഒരു തിരക്കിട്ട് പോവാണ്. അപ്പൊ ആരൊക്കെയുണ്ട്? വാപ്പുണ്ട്, ഉമ്മുണ്ട്, മക്കളുണ്ട്, എല്ലാവരും ഒന്നിച്ച് കാറിൽ പെട്ടെന്ന് കയറി പോവാം. ആ പോകുന്ന സമയത്ത് ചിലപ്പോ വണ്ടിയിൽ ചോദിക്കും, അല്ല മോട്ടോർ ടീന് ഓഫാക്കിയിടോ? ഓഫാക്കിയോ? അടുക്കളുടെ വായിൽ അടിച്ചിക്കണോ? മറ്റൊരാൾ അടിച്ചിട്ടുണ്ട്. മുന്നത്തെ വായിൽ മുടിയില്ലേ? ഈ ഒരു ഉറപ്പുവരുത്തലുണ്ടല്ലോ. ഇതേപോലെ അല്ല മക്കളെ, വണ്ടി കയറി പ്രാർത്ഥന ചൊല്ലിയോ, ഒരു ഓർമ്മപ്പെടുത്തൽ. സുബ്ഹാനല്ലദീ സഖൽനാ ഹാദാ എന്ന് പറയുന്ന പ്രാർത്ഥന ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അത് ചൊല്ലിയോ എന്നൊരു ഓർമ്മപ്പെടുത്തൽ. ആ നിലക്കുള്ള ഒരു മതപരമായ ചർച്ചയും ദീനിയായ ചില ഓർമ്മപ്പെടുത്തലുകളൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടായാൽ അവിടെ ഒരു സന്തോഷം ഇങ്ങനെ വരും. ഇനി നോക്കൂ, നമുക്കറിയാം സലാം പറയാന്ന് പറഞ്ഞാല് അതിന് മഹത്വം പറയേണ്ട ആവശ്യമില്ല. പക്ഷെ പലപ്പോഴും എന്താ വെച്ചാല്, അങ്ങാടിയിൽ ഇറങ്ങിയാല് സലാം പറയാൻ, കൂട്ടുകാരെ കണ്ടാൽ സലാം പറയാൻ തയ്യാറാണ്. അതുപോലെ തന്നെ നമ്മൾ ബഹുമാനിക്കുന്ന നാട്ടിലൊക്കെ വലിയ വലിയ കാരണന്മാരും അങ്ങനെ നിലയും വിലക്കുള്ള വിചാരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവരോടൊക്കെ സലാം പറയാൻ തയ്യാറാണ്. പക്ഷെ പലരും വീട്ടിലേക്ക് ചെല്ലുമ്പോൾ സലാം പറയാൻ എന്തോ ഒരു മടി, പറഞ്ഞാൽ തന്നെ മടക്കാനൊരു മടി. എന്താണ് ഈ സലാം? ഇനി പലപ്പോഴും സലാം പറയുന്നത് തന്നെ ഞാനിവിടെ വന്നിട്ടുണ്ട്, ഞാനിവിടെ ഉണ്ട് എന്ന് അറിയിക്കാനുള്ള ഒരു അറിയിപ്പ് മാത്രമായി അവശേഷിക്കുകയാണ്. ഒരേ വീട്ടിൽ ചെന്നു, അപ്പൊ വീട്ടിൽ നമ്മൾ വന്നു എന്ന് അറിയിക്കാൻ എന്താ മാർഗം? കോളിംഗ് ബെല്ല്, കറണ്ടില്ല, വേറെ സിസ്റ്റവും ഇല്ല. അവ എന്താ ചെയ്യും? വാതില് കൊട്ടും, ഉറക്കെ പറഞ്ഞ് വിളിച്ചു അസ്സലാമു അലൈക്കും. അതിന്റെ ഉദ്ദേശം എന്താ? അല്ല ഇവിടെ ആളും ചെയ്യണം, അതല്ല ഉദ്ദേശം അല്ലേ? ഈ സലാം പറഞ്ഞത് ചിലപ്പോ അങ്ങനെ പോകണം. ഒരാളെ റോഡ് സൈഡിൽ നിൽക്കുകയാണ്, അപ്പൊ എന്ത് ചെയ്യാണ്? ഒരാൾ ബൈക്കിന് പരിചയം ആൾ പോകണം, അസ്സലാമു അലൈക്കും എന്താർത്ഥമെന്നൊക്കെ ആ രൂപത്തിലൊക്കെ പോവുകയാണ്. സത്യത്തിൽ അത് എന്താ പറയുന്നത്? അസ്സലാമു അലൈക്കും, അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാകട്ടെ, നിങ്ങൾക്ക് അള്ളാഹിന്റെ അടുക്കുന്ന സമാധാനം ഉണ്ടാകട്ടെ എന്ന്, അള്ളാഹുവിന്റെ അരികുന്ന റഹ്മത്ത് ഉണ്ടാകാൻ, സലാമത്ത് ഉണ്ടാകാൻ, അതുപോലെ ഖൈറും ബറക്കത്തും ഉണ്ടാകാൻ അയാൾക്ക് വേണ്ടി അള്ളാഹിനോട് നമ്മൾ ദുആ ചെയ്യണം. ആ പ്രാർത്ഥനയാണ് ഞാൻ അയാൾക്ക് വേണ്ടി നടത്തുന്നത്. വഅലൈക്കുമുസ്സലാം എന്ന് അയാൾ പറയുമ്പോൾ, അല്ലെങ്കിൽ വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് അയാൾ പറയുമ്പോൾ, അയാൾ നമുക്ക് വേണ്ടിയും അള്ളാഹിനോട് ദുആ ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദ്ഖുലൂനൽ ജന്ന ഹത്താ തുഅ്മിനൂ. നമുക്ക് പരിചയമുള്ള ഹദീസ്, ലാ തദ്ഖുലൂനൽ ജന്ന ഹത്താ തുഅ്മിനൂ. നിങ്ങൾ വിശ്വാസികളാകുന്നത് വരെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ല. സ്വർഗ്ഗത്തിൽ നിങ്ങൾ പ്രവേശിക്കൂല. ഏതുവരെ? ഹത്താ തുഅ്മിനൂ, നിങ്ങൾ വിശ്വാസികളാകുന്നവരെ. വലാ തുഅ്മിനൂ ഹത്താ തഹബ്ബൂ. അതുപോലെ നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളുടെ വിശ്വാസവും പൂർത്തിയാകൂല. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അവല അദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹബ്ബതും. എന്താണ്? ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ, ആ കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടും. എന്നിട്ട് പറഞ്ഞു, അഫ്ശു സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാം അങ്ങോട്ട് വ്യാപിപ്പിക്കണം. സലാം പറയണം എന്നല്ല പറഞ്ഞത്, അഫ്ശു സലാം, സലാം നിങ്ങളങ്ങോട്ട് വ്യാപിപ്പിക്കണം എന്നാണ്.
അപ്പൊ ഈ ഹദീസ് തിരിച്ചു നിർത്തിയപ്പോൾ നിങ്ങൾക്കിടയിൽ നിങ്ങൾ എന്താ ചെയ്യുക? പരസ്പരം സലാം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുക, പരക്കെ. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? പരസ്പരം ഇഷ്ടം ഉണ്ടാവൂലേ? ഉണ്ടാവൂലേ? നമ്മള് ഒരാളുടെ സലാം പറയും, അസ്സലാമു അലൈക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ആളുകളുണ്ടെന്ന് അറിയിക്കാനുള്ള വർത്താനല്ല, നിങ്ങൾക്ക് അല്ലാതെ രക്ഷ ഉണ്ടാവട്ടെ എന്നാവുമ്പോൾ ആ ബന്ധം ആലോചിച്ചു, വലിയ ബന്ധം ഉണ്ടാവും. അങ്ങനെ സലാം പറഞ്ഞാൽ പരസ്പരം ഇഷ്ടമുണ്ടാകും, ഇഷ്ടമുണ്ടായാൽ സ്നേഹം, വിശ്വാസം പൂർത്തിയാകും, വിശ്വാസം പൂർത്തിയായാലേ നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂ, അല്ലെങ്കിൽ പ്രവേശിക്കൂല എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ വീടുകളിൽ ഖുർആൻ പാരായണം നടക്കട്ടെ. റമദാൻ മാസമാണ്, പ്രത്യേകിച്ച് അതിന് ഫضലുള്ള സമയമാണ്. എല്ലായ്പ്പോഴും ഫضലുണ്ട്, റമദാൻ പ്രത്യേകിച്ചും ഉണ്ടല്ലോ. കാരണം ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. എന്താണ് ഖുർആൻ ഇറങ്ങിയ റമദാൻ മാസം എന്നാണ്. ഈ ഖുർആൻ ഇറങ്ങിയ റമദാൻ മാസമാണ്, അതിന് പ്രത്യേക പുണ്യമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റമദാനിൽ പ്രത്യേകം വന്നുകൊണ്ട് ഖുർആൻ റമദാനിൽ പഠിപ്പിക്കുകയും പരിശോധിക്കുകയും ചെയ്യാറുണ്ട്. അപ്പൊ റമദാനിൽ പ്രത്യേക പരിഗണനയുണ്ട്. ആ അർത്ഥത്തിൽ നമ്മൾ ആലോചിച്ചു, ചിലപ്പോൾ ഉമ്മിൻ വാപ്പിൽ വീട്ടിൽ തോന്നുന്നുണ്ടാവും, നമ്മൾ മക്കളോ എന്ന് പരിശോധിക്കേണ്ടതാണ്. ഉമ്മ ഒന്നുണ്ടാവും, അല്ലെങ്കിൽ ഭാര്യ ഒന്നുണ്ടാവും, ഭർത്താവോ ഭർത്താവ് ഉണ്ടാവും, ഭാര്യയോ. ഇത് നമ്മളെല്ലാവരും ഈ കുടുംബത്തിൽ ഈ പറഞ്ഞ ഒരു അവസ്ഥ ഉണ്ടാകാൻ ചെയ്യേണ്ടത് ഈ പറഞ്ഞ അഥവാ ഒരു ദീനിയായ അന്തരീക്ഷം നമുക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കാന്നല്ലോ, മതപരമായ ഒരു അന്തരീക്ഷം വീട്ടിലുണ്ടാക്കി കൊടുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തജ്അലു ബുയൂതകും മഖാബിർ. നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ഖബറിടമാക്കരുത്, മഖ്ബറയാക്കരുത് നിങ്ങളുടെ വീടുകളെ. എന്നിട്ടോ ഇന്ന ശൈത്വാന യൻഫിറു മിനൽ ബൈത്തിൽ ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ ഓതപ്പെടുന്ന വീട്ടിൽ പിശാചി വരണ്ടോട് നിങ്ങൾ വീട്ടിൽ ഖുർആൻ ഓതണം. നമ്മുടെ നാട്ടിൽ ചിലർക്ക് ഖബറിന് പോകുന്നുണ്ട്, ചിലർക്ക് തമ്പുര കെട്ടിയാണ്ടും കെട്ടാതെയൊക്കെ അല്ലെ. നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ചില മഹല്ല് ഖബറിസ്ഥാനിലൊക്കെ പോയാല് കാണാൻ അവിടെ ഇങ്ങനെ ഈ നിലക്കുള്ള ഓത്ത് നടക്കുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കി, അവിടെ റസൂലുള്ളാഹി പറഞ്ഞത് നിങ്ങളുടെ വീട് നിങ്ങൾ ഖബറിടമാക്കരുത്, വീട്ടിൽ ഖുർആൻ ഓതണം. ഈ ഖബറുകൾ ഇങ്ങനെ ഒരു ഓത്തുണ്ടെങ്കിൽ എന്താ പറയേണ്ടത്? ഖബറുകളുമായി നിങ്ങൾ എന്ത് ചെയ്യണം? വീട്ടിലും ഖുർആൻ ഓതണം എന്ന് പറയും. റസൂലുള്ളാഹി പറഞ്ഞത് ഖബറുകൾ ഓത്തില്ലല്ലോ, അതേമാതിരി നിങ്ങൾ എന്താക്കരുത്? വീടാക്കരുത്, വീട്ടിൽ ഖുർആൻ ഓതണം എന്നാ പറഞ്ഞത്. അപ്പോൾ മനസ്സിലാക്കുക. ഇനി ഈ മരിച്ചിട്ട് ഖുർആനോത്ത് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല, അതിന്റെ ആവശ്യമില്ല. എന്നാലും ചിലപ്പോൾ സഹോദരിമാരൊക്കെ ഉണ്ടല്ലോ, അവര് പലരും വ്യത്യസ്ത കുടുംബ പശ്ചാത്തലങ്ങൾ കല്യാണം കഴിച്ച് കൊണ്ടുവന്നവരോ, ഇതൊക്കെ മുജാഹിദികൾ ഈ ആശയമൊക്കെ ഉള്ളവരാണെങ്കിലും ഇങ്ങനത്തെ ആൾക്കാർ, അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടി സൂചിപ്പിക്കുകയാണ്, നമ്മൾ എന്തുകൊണ്ട് മരിച്ചിട്ട് ഖുർആൻ പാരായണം നടത്തുന്നില്ല എന്ന് വെച്ചാൽ, അതും മയ്യത്ത് കുളിപ്പിക്കണം നമ്മള്, മയ്യത്ത് കഫൻ ചെയ്യുന്ന നമ്മള്, മയ്യത്ത് നിസ്കാരം നടത്തുന്ന നമ്മള്, എന്തുകൊണ്ട് അവിടെ ഖുർആൻ പാരായണം ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാല്, ഈ മയ്യത്ത് കുളിപ്പിക്കാൻ പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ മയ്യത്ത് കഫൻ ചെയ്യാൻ പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മയ്യത്ത് നിസ്കാരം പഠിപ്പിച്ച പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല? മരിച്ചിടത്ത് ഇങ്ങനെ ഖുർആൻ പാരായണം പഠിപ്പിച്ചിട്ടില്ല. അവിടെ ബാങ്ക് പഠിപ്പിച്ചിട്ടില്ലല്ലോ, അവിടെ ബാങ്ക് മരിച്ചിടത്ത് വിളിക്കുന്നില്ല, അങ്ങനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഇതുപോലെ ഖുർആൻ പാരായണം മരിച്ചിടത്ത് ഇല്ല. സൂറത്തുൽ നജ്മിലെ എന്ന ആയത്തുണ്ട്. മനുഷ്യന് അവൻ പ്രവർത്തിച്ചതേ ഉള്ളൂ എന്ന് പറയുന്ന ആയത്തുണ്ട്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്ന ഭാഗമുണ്ട്. വമിൻ ഹാദിഹിൽ ആയത്തിൽ കരീമ ഇസ്തംബത ശാഫിഈ വമൻ ഇത്തബഅഹു. ഈ ആയത്തിൽ നിന്ന് ഇമാം ശാഫിഈ അദ്ദേഹത്തെ പിന്തുടർന്ന ആളുകൾ തെളിവ് പിടിച്ചിട്ടുണ്ട്. അന്നൽ ഖിറാഅത ലാ യസിലു ഇഹ്ദാഉ തവാബിഹാ ഇലൽ മൗത.
എന്താണ് ഈ മരിച്ചെടുത്ത് ഖുർആൻ പാരായണം ചെയ്തിട്ട് അതിന്റെ കൂലി ആ മയ്യത്തിന് കൊടുക്കണേ എന്ന് ദുആ ചെയ്താൽ അത് മയ്യത്തിന് കിട്ടൂല. കാരണം ഇത് അവരുടെ പ്രവർത്തനത്തിൽപ്പെട്ടതല്ല. ഇത് പറയാണ് ഇതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മത്തിനെ ഇങ്ങനെ മരിച്ചെടുത്ത് ഖുർആൻ പാരായണം പുണ്യമായി പഠിപ്പിക്കാതിരുന്നത്. മരിച്ചെടുത്ത് ഖുർആൻ പാരായണം പ്രോത്സാഹിപ്പിക്കാതിരുന്നത്. വ്യക്തമായ വ്യംഗ്യമായ ഒരു സൂചന പോലും മരിച്ചെടുത്ത ഖുർആൻ ഓതാൻ റസൂലുള്ളാഹി നൽകാതിരുന്നത് കിട്ടൂല എന്നുള്ളതാണ്. ഇത് പറഞ്ഞു ഏതെങ്കിലും ഒരു സ്വഹാബി മരിച്ചെടുത്ത ഖുർആൻ ഓതിയതായി ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അതൊരു പുണ്യമായിരുന്നെങ്കിൽ നമ്മുടെ മുമ്പിൽ അവരുണ്ടാവുകയായിരുന്നു. ഞാൻ അവർക്ക് സൂചിപ്പിച്ചതെന്ന് വെച്ചാല് ചിലപ്പോ ഇതിമണി ഇങ്ങനെ തടഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊക്കെ സഹോദരിമാരുണ്ടാവും. കല്യാണം കഴിച്ചിങ്ങനെ കൊണ്ടുവന്നു, ഇങ്ങനത്തെ കുടുംബത്തിൽ കൊണ്ടുവന്നു. ഇതൊന്നും അങ്ങനെ തന്നെ ഇങ്ങനെ ഒരു മരിച്ച വീട്ടിൽ പോയിട്ട് എന്താ സംഭവിക്കാന്ന് വെച്ചാല് എന്താണ് അതിങ്ങനെ അവിടെ പോയി കഴിഞ്ഞാല് അവിടെ ഈ നമ്മളെ ഒരു മുജാഹിദ് കുടുംബത്തിലാണെങ്കിൽ അതൊന്നുമില്ല, മരിച്ചോട്ട് ഓർത്തൊന്നുമില്ല. അങ്ങനെ കഴിഞ്ഞു പോയി സങ്കടപ്പെടും. പഠിച്ചോനെ മയ്യത്ത് അങ്ങനെ കിടത്തിയിരിക്കുന്നു, നല്ല നല്ല മക്കൾ അവിടെ ഉണ്ട്, ഒന്ന് കൂടാത്ത ചോദ്യക്കൂടെ എന്ന് സങ്കടപ്പെടുന്ന ആൾക്കാരുണ്ട്. എന്തുകൊണ്ട് ചോദിച്ചാൽ ഇതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ സംഗതി ദീനിൽ ഇടയ്ക്ക് സൂചിപ്പിച്ചു മാത്രം. അപ്പൊ ഖുർആൻ പാരായണം വീട്ടിൽ നടക്കട്ടെ. അത് റമദാനിൽ മാത്രമാക്കേണ്ട, റമദാനിൽ പോലീസ് ശബ്ദങ്ങൾ ശരിയാണ്, അല്ലാത്തപ്പോൾ നടക്കട്ടെ. ഇത് നമുക്ക് ശ്രദ്ധിക്കുക. അതുപോലെ മറ്റൊരു സംഗതി, ഈ ബന്ധങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. പ്രത്യേകിച്ച് അത് നമ്മുടെ വീടുകളിലെ കാരണന്മാർക്ക് വലിയ റോളുണ്ടാവും. എന്താന്ന് വെച്ചാല് ഇപ്പോ ചിലയിടത്തൊക്കെ ഉണ്ടാവും ഒരു വല്യാപ്പ അല്ലെങ്കിൽ ഒരു വല്യമ്മ. ആ വല്യാപ്പയോ വല്യമ്മയോ ജീവിച്ചിരിക്കുന്ന കാലത്ത് കുറെ ആൾക്കാർ അവിടെ വന്നിങ്ങനെ പോകും. ബാക്കിയുള്ളവര് കുടുംബക്കാര് വന്നിങ്ങനെ പോകും. ആ വല്യാപ്പ മരിച്ചു അല്ലെങ്കിൽ ആ വല്യമ്മ മരിച്ചു, പിന്നെ ഈ ആൾക്കാരൊന്നും വരുന്നില്ല. ഓരോന്ന് കണ്ടാൽ പോലും ചിലപ്പോൾ അറിയില്ല. നമ്മുടെ പുതിയ തലമുറക്ക് അറിയില്ല. ഇപ്പൊ നമ്മളീ ഹൈസ്കൂള്, പ്ലസ് ടു, കോളേജ് ലെവലിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന തന്നെ പല കുട്ടികൾക്കും ഇവരറിയില്ല. ഇവരാരാ? ആ വല്യാപ്പി വല്യമ്മി ജീവിച്ചിരുന്ന സമയത്ത് വീട്ടിൽ വന്നു പോയ ആൾക്കാരാണ്. പക്ഷെ ഇപ്പൊ വരവില്ല, കുറച്ചായിട്ടുള്ള മരണശേഷം ആ ബന്ധം അങ്ങനെ 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 പോകണം. പിന്നെ ഓരെ കാണുന്നത് ഈ എല്ലാവരും കൂടുന്ന കുടുംബത്തിൽ വലിയൊരു കല്യാണമൊക്കെ നടക്കുകയാണെങ്കിൽ ഒന്ന് കണ്ട് കാണും, അല്ലെങ്കിൽ മരണം നടന്നാൽ കാണും. അതുകൊണ്ട് ഇതില് ഈ കുടുംബത്തിലെ കാരണന്മാരായ ആളുകൾക്ക് ബഹുമാന്യരെ വലിയ ബാധ്യതയുണ്ട്. നമ്മളെ കുട്ടികളെ പേരക്കുട്ടികളെ കൊണ്ടുപോയിട്ട് ഒന്നൊരു സന്ദർശനം, ഒരു കുടുംബ സന്ദർശനം അതുകൊണ്ട് നടത്തുക. അങ്ങനെ നടത്തിയാൽ എന്താണ്, ഇത് വാപ്പാന്റെ ഇന്ന ആളാണ് മോനെ, ഇത് ഉമ്മാന്റെ ഇന്ന ആളാണ്, ഇത് എന്റെ ഇന്ന ആളാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുക. അത് വല്ലാത്തൊരു ബന്ധം ഉണ്ടാവും. അവരങ്ങാടി നിന്ന് കണ്ടാൽ, വേറെ ടൗണിൽ വെച്ച് കണ്ടാൽ അത് ഇന്നാളാണ്, ഉപ്പാന്റെ ഇന്നാളാണ്, ഉമ്മാന്റെ ഇന്നാളാണ് എന്നുള്ള ആ ഒരു ബന്ധം ഉണ്ടാവും. അല്ലെങ്കിൽ ഇത് അകന്നങ്ങനെ പോകും. അതുകൊണ്ട് നമുക്കവിടെ നമ്മുടെ പ്രത്യേകിച്ച് കുടുംബ കാരണവന്മാരായ ആളുകൾക്ക് ആ രംഗത്ത് വലിയ ബന്ധമുണ്ട്. നമുക്കറിയാമല്ലോ, അത്തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ തകരാറിലായി പോയേക്കും. ഇനി വല്ല ബന്ധവും വിള്ളൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് വിളക്കി ചേർക്കണം. അത് വിളക്കി ചേർക്കും. വാപ്പി ഇമ്മയൊക്കെ ജീവിച്ചിരിക്കുള്ള കാലത്ത് ഒരന്ന് ആഗ്രഹിക്കണം, ഞാന് ഇങ്ങനെ ഈ ബന്ധം ഇങ്ങനെ അകന്നിക്കാണ്, തെറ്റി പിണങ്ങി നിൽക്കുകയാണ്. ഇപ്പോൾ മരിച്ചു പോയ എന്റെ കുട്ടികളെന്താ കാണുള്ളത്? ഈ തെറ്റിയ അവസ്ഥയാണ് വാപ്പ മരിച്ചു പോയത്. പിന്നെ ഇവരോട് ശത്രുതയിക്കാരാണ്, കുടുംബത്തിലെ ആൾക്കാരേക്കാണ് ചിലപ്പോ. അതുണ്ടാകരുത്. ഞാൻ ജീവിച്ചിരിപ്പോൾ തന്നെ ആ പിണക്കം മാറ്റാൻ ഞാൻ ശ്രമിക്കണം. നമ്മൾ ശ്രമിച്ചു നോക്കുക, നമ്മുടെ ഭാഗം ക്ലിയർ ആക്കി നോക്കുക. അതുകൊണ്ട് അങ്ങനെ വല്ല ബന്ധത്തിലും വിള്ളൽ വന്നിട്ടുണ്ടെങ്കിൽ, പിണക്കമോ ആ നിലക്കുള്ള വല്ല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, തെറ്റി നിൽക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ ആ ബന്ധം ഒന്ന് വിളക്കിച്ചെടുക്കാൻ, അറ്റുപോയ ഭാഗം ഒന്ന് തുന്നിച്ചെടുക്കാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. ചില ബന്ധങ്ങൾക്ക് എന്താണെന്നറിയോ ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, മുണ്ടണമെന്നുണ്ട്, നന്നാകണമെന്നുണ്ട്. ഞാൻ അങ്ങോട്ട് മുണ്ടിയാൽ എന്റെ അഭിമാനത്തിന് അത് പ്രശ്നമാണ്. എങ്ങനെ നമ്മളിങ്ങനെ ചില പള്ളികളിൽ കാണും, മരിച്ചോടുന്ന് കാണും, കല്യാണപ്പനിന്ന് കാണും, അങ്ങാടിയിൽ കാണും. പക്ഷെ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടാകുമ്പോൾ എഴുതിട്ട് കെടുതി
മറ്റോ അങ്ങോട്ട് ഇതിങ്ങനെ അകന്നകന്ന് പോവാൻ. എന്നാലും ഉള്ളിനുള്ളിൽ ഉണ്ടാക്കുന്നത് ഉണ്ടല്ലോ. ഞാൻ ആദ്യം മുണ്ടേ ഞാൻ തോറ്റല്ലോ. ഈ തോന്നലാണ് ഇതിങ്ങനെ വിള്ളൽ കൂടി കൂടി വരുന്നത്. അത്തരം കേസിൽ നമ്മൾ എന്ത് ചെയ്യാം? അങ്ങ് സലാം പറയാം. അങ്ങോട്ട് ചെന്നിട്ട് ബാക്കിയൊക്കെ പോണ്ട് നമ്മൾ മരിച്ചു പോണ്ടല്ലേ അസ്സലാം പറയാം. അപ്പൊ അയാൾ അവിടെ സലാം തുടങ്ങി ചാടിയാലോ? നമ്മളെ കാര്യം നല്ല സേഫല്ലേ? ചിലപ്പോ അങ്ങനെ ഉണ്ടാവും. അപ്പൊ സലാം പറയാൻ പോകുന്നത് എന്തൊക്കെ പറയാ? അപ്പൊ സലാം പറയാൻ പോകുന്നത് ഒന്നിൽ പകർന്നു പോയി. പക്ഷെ എന്നാലും നമ്മളെ പാക്കൾ ഏറെയില്ലേ? ചിലതെന്നാലോ മിണ്ടണമെന്നുണ്ട്. ഈ ഒരു സലാം പറച്ചിൽ കൊണ്ടല്ലോ വല്ലാത്തൊരു ബന്ധമുണ്ടാവും. ഒരു മരണം നടക്കുകയാണ്. ആ മരണം നടക്കുമ്പോ അതിന്റെ ആ മയ്യത്ത് കെട്ടിൽ പിടിക്കാൻ ഒരു ഭാഗത്ത് പണ്ട്, മറ്റേ ഭാഗത്ത് പണ്ട്, രണ്ടാളും പിടിക്കാൻ ഉണ്ടോ അല്ല. അവിടെ രണ്ടാള് വേക്കലിന്റെ നടുവിൽ ആറാൾക്കാരെ നമുക്ക് സാധനം പിടിക്കല്. അങ്ങനെ പിടിച്ചാൽ ഇനി മുന്നത്തെ ആള് പറഞ്ഞ ബേക്കിലൊന്ന് താത്തിന്ന് പറയണം. ഈ താത്തിയാന്ന് പറഞ്ഞ മുണ്ടി, ഈ താത്ത അവിടെ പറഞ്ഞുണ്ട്. അത് പറ്റൂല, അവൻ തെറ്റിക്കല്ലേ, അത് ഉണ്ടാൻ പാടില്ല. അവൻ ആ ബാക്ക് ഭാഗം താട്ടെ, ബാക്ക് ഭാഗം താട്ടെ, അങ്ങനെ അവരോട് നേരിട്ട് പറഞ്ഞില്ലല്ലോ. കല്യാണ പരി ഉണ്ടാവും. ചോറുകള് അങ്ങോട്ട് തട്ട ചോറ്, മറ്റേ ചോറ്, മസാല അടക്കുന്നുണ്ടെങ്കിൽ വലിയ സജീവക്കാരാണ്. ഈ വാങ്ങണ മറ്റൊരുടെ തെറ്റിക്കുകയാണ്. ഒതുക്കൂല, മസാല സാധാരണ പറയുന്നത് തമാശയായിട്ട് ഈ പഴയകാലത്ത് ഈ വേലിയിട്ടിരുന്ന ആൾക്കാർ തമ്മിൽ തെറ്റിയ കഥ. ഇന്നത്തെ പുതിയ ന്യൂ ജനറേഷൻ വേലിയല്ല, പഴയ എഗറിന്റെ വേലിയില്ലേ? എഗറിനല്ലോടെ ഉള്ളില്ല. അപ്പൊ ഈ എഗറിന്റെ വേലി അത് ഒരാളെ പുറത്ത് കെട്ട അതിന്റെ പ്രൊസീജിയർ അതാണ്. അപ്പൊ ഒരാൾ കോത്ത് കൊടുക്കുക, മറ്റാൾ കെട്ടാത്തതാണ്. ഇവർ രണ്ടാൾ തെറ്റിയതാണ് കഥയാണ്. തെറ്റി. അപ്പൊ ഇനി കോക്ക് എന്ന് പറഞ്ഞു. ഈ കോക്ക് പറഞ്ഞാൽ എന്തായി? മുണ്ടിയല്ലോ. അവൻ പറഞ്ഞ കോക്കുകൾക്ക് കൊക്കാനൊക്കെ എന്നിട്ട് അവൻ കോത്ത്, മറ്റന്മാർ കെട്ടുകൾക്ക് കെട്ടാനൊക്കെ. അങ്ങനെ വൈകുന്നേരമാക്കി കൂലിയുമായി വേലി കെട്ടി. ഒരു പോയി നാളെ കഥ. ഇവർക്ക് മുണ്ടണം എന്ന് വെച്ചാൽ ഞാൻ ആദ്യം മുണ്ടിയാല് ഞാൻ തോറ്റ്. ഈ ഒരു ഈഗോ വർക്കൗട്ടായി നടക്കണ കുറെ ബന്ധങ്ങളുണ്ട്. എന്തിനേറെ ഭാര്യ ഭർത്താക്കന്മാര് വരെ എന്തോ തെറ്റുണ്ടായി, എനിക്ക് വരാം, എന്തോ ഒരു തെറ്റുണ്ടായി. പിന്നെ അത് ഭർത്താവ് വിചാരിക്കണം ഞാൻ അവളെ ഭർത്താവല്ലേ, ഓള് ഇങ്ങോട്ട് വേണമെങ്കിൽ മുണ്ടട്ടെ. എന്നാലും ഒന്നാമത്തെ മുണ്ടൊന്നും വേണമെങ്കിൽ മുണ്ടൂല, 2, 3, 4 കാട്ട ഒന്ന് മുണ്ടി വെക്കാം. ഓളും അങ്ങനെ എന്തെങ്കിലും നടക്കുമല്ലേ, ഇത് നടക്കും. അപ്പൊ അവിടെ ഒരാള് വിട്ടുവീഴ്ച ഓർക്കുക. നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റിയ കേസില് നമ്മൾ വിട്ടുവീഴ്ച ചെയ്താൽ നമ്മുടെ സ്ഥാനം ഉയരാണ്, നമ്മുടെ പാപങ്ങൾ അന്ന് പുറത്തിലാണ്. അത് ചെറിയ സംഗതിയല്ല. ഞാൻ ഇടയ്ക്ക് സംഭവം പറയട്ടെ. മഹദി ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഈ മുനാഫിക്കുകൾ പറഞ്ഞുണ്ടാക്കിയ വ്യഭിചാരം ഉണ്ടായിരുന്നല്ലോ. മുനാഫിക്കുകൾ പറഞ്ഞുണ്ടാക്കിയ വെറും കഥയിൽ പച്ചക്കള്ളമാണ്. പക്ഷെ അതങ്ങോട്ട് പുതിയ ഭാഷയിൽ പറഞ്ഞത് വൈറലാണ്. നാട്ടില് അങ്ങോട്ട് പ്രചരിച്ചു. ഇന്നത്തെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലെന്നാലും ആണ് പ്രചരിച്ചൊന്നല്ല. ആ പ്രചരിപ്പിക്കുന്ന കൂട്ടത്തില് മിസ്ബാഹ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയും പെട്ടുപോയി. പ്രചരിപ്പിക്കുന്ന കൂട്ടത്തില് അദ്ദേഹം ആരെന്നറിയാം? ബദറിൽ പങ്കെടുത്ത പ്രഗത്ഭനായ സ്വഹാബിയാണ്. പക്ഷെ അദ്ദേഹം പെട്ടുപോയി എന്തില്? ഇത് പ്രചരിപ്പിക്കുന്ന കൂട്ടത്തിൽ. ഈ മിസ്ബാഹ് റളിയല്ലാഹു അൻഹു ആണെങ്കിലോ ഒരു സാധു പാവപ്പെട്ട മിസ്കീനായ ദരിദ്രനായ ഒരാളാണ്. ചെലവിന് മകല്ല. എന്നിട്ട് അദ്ദേഹത്തിന് ചെലവിന് കൊടുക്കുന്ന ആരാറിയോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖിന്റെ മോളെ പറ്റിയാണ് എന്ത് ചെയ്തത്? ഈ പരത്തുന്നത്. ഒരു വാപ്പാങ്ങൾക്ക് എന്ത് ചെയ്യും? ചെലവ് ഇത്രയും കാലം കൊടുത്ത് ഇനി കൊടുക്കുവോ? നമ്മളാണെങ്കിൽ കൊടുക്കുവോ? കൊടുക്കും ചിലപ്പോ, അല്ലെ? മൂർത്താവൊക്കെ ഉണ്ടല്ലോ ഒരാള് ചെലവ് കൊടുക്കും. ഇദ്ദേഹം പറഞ്ഞ് ഇല്ല ഇനി ഞാൻ കൊടുക്കൂല. അത് മനുഷ്യൻ നൽകുന്ന ഒരു പിതാവല്ല അദ്ദേഹം. നമ്മളെ വികാരക്കുള്ള ആളല്ല. എന്റെ മോളെ പറ്റി പറഞ്ഞുണ്ടാക്കി ആക്കി ചെലവിനോ കൊടുക്കൂല. സൂറത്തുൻ നൂറിലെ 22ാമത്തെ ആയത്ത് ഇറങ്ങി. അതായത് സാമ്പത്തിക ശേഷിയുള്ള ആളുകള് ഈ അടുത്ത കുടുംബത്തിൽപ്പെട്ട പാവപ്പെട്ട ആളുകൾക്ക്, അതുപോലെ തന്നെ മുഹാജിറുകളായ ആളുകൾക്ക് ചെലവിന് കൊടുക്കൂല എന്ന് പറഞ്ഞ് ശപഥം ചെയ്യാൻ പാടില്ല. മറിച്ച് അവരെന്ത് ചെയ്യട്ടെ? മാപ്പ് നൽകട്ടെ, വിട്ടുവീഴ്ച ചെയ്യട്ടെ. എന്നിട്ട് അള്ളാഹ് ചോദിക്കുന്ന ചോദ്യത്തെ നമ്മുടെ മനസ്സിൽ കൊള്ളണം.
അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ല അല്ലാഹ് നിങ്ങൾക്ക് പുറത്തെന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? ശ്രദ്ധിക്കേണ്ട വിഷയത്തിൽ അത് ഇറങ്ങുന്നത്. അല്ലാഹ് നിങ്ങൾക്ക് പുറത്തെന്ന് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ എന്ന് സിദ്ദീഖ് എന്താണ് കേട്ട ഭാഗം മാറി. ഇന്നി ലഉഹിബ്ബു അൻ യഗ്ഫിറല്ലാഹു ലീ, അല്ലാഹ് എനിക്ക് പുറത്തെന്ന് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞ് നേരെ ഈ മിസ്താഹിന്റെ അരികിൽ ചെന്നിട്ട് നേരത്തെ കൊടുത്തിരുന്ന പോലെ വീണ്ടും കൊടുത്തു എന്ന് മാത്രമല്ല, ഇനി ഞാനത് പിൻവലിക്കൂല എന്ന് പ്രഖ്യാപിച്ചു. നോക്കൂ, പറയുന്നത് ചിലപ്പോൾ ന്യായം നമ്മളെ ഭാഗത്തേക്കാരം. ഭാര്യയും ഭർത്താവും തമ്മിലോ ജ്യേഷ്ഠനും അനുജനും തമ്മിലോ എന്തോ ഒരു പ്രശ്നമായി, എന്തോ ഒരു വർത്താനം അതിലേശം മൂത്ത്, പിന്നെ ഇങ്ങനെ കുറച്ച് കാലപ്പഴക്കം വന്നപ്പോൾ ഒന്നുകൂടി അകന്ന് അങ്ങനെ പോയതാണെന്ന് വിചാരിക്കൂ. ആ പോയതാണെങ്കിൽ നമുക്കൊന്ന് നമ്മുടെ മനസ്സ് തുറന്നിട്ട് ഒന്ന് സലാം പറഞ്ഞാലും അവിടെ നമ്മളെന്ത് നോക്കണ്ട, നമ്മുടെ തന്നെ ന്യായം നോക്കണ്ട, ഈ ബന്ധമൊന്നും എന്ത് ചെയ്യാൻ നന്നാക്കിക്കൂടെ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 3 ദിവസത്തിലേറെ മുസ്ലിങ്ങൾ വിശ്വാസികൾ തമ്മിൽ മിണ്ടാതെ നിൽക്കാൻ പാടില്ല എന്നല്ലേ? അതിനകത്ത് 3 ദിവസം തെറ്റിക്കല് സുന്നത്താന്നല്ല, അഥവാ തെറ്റിപ്പോയാൽ 3 ദിവസത്തിലേറെ നിൽക്കാൻ പാടില്ല എന്നല്ലേ? ആലോചിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ആ നിലക്ക് ഒരു ബന്ധം, അത് ബന്ധമുണ്ട്. ഇനി നമുക്കറിയാലോ, ഈ ബന്ധങ്ങൾ പലതും തേക്കാന്നറിയാം. ഇങ്ങോട്ടും ഉണ്ട് അങ്ങോട്ടും ഉണ്ട് എന്ന് ആഗ്രഹിച്ചിട്ട് കുറെ ആൾക്കാരുണ്ട്. എനിക്കാണ് തുടങ്ങാനുള്ള പ്രയാസം. നമ്മളാണ് തുടങ്ങും. അങ്ങനെ ഞാൻ ഇവിടെ ഒരുമിച്ച് കൂടിയ ബഹുമാന്യരായ വിശ്വാസികളോട് വളരെ ബഹുമാനത്തോടെ പറയാണ്, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കാം, അങ്ങനെ ആരെങ്കിലുമായിട്ട് ഞാൻ തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നത് കഴിഞ്ഞിട്ട് പോയിട്ട് നന്നാവും. അങ്ങോട്ട് മുണ്ടിയാലും ഇല്ലെങ്കിൽ എന്റെ ഭാഗം ഞാൻ ക്ലിയറാക്കും എന്ന നിലക്കൊന്ന് നമ്മൾ റെഡിയാക്കുക. അപ്പോ ആ നിലക്ക് അറ്റുപോയ ബന്ധങ്ങളെ നമ്മൾ വിളക്കി ചേർത്തുകൊണ്ട് നമ്മുടെ ആ ബന്ധങ്ങൾ രൂഢമൂലമാക്കുക മാത്രമല്ല, നമ്മുടെ ഇളം തലമുറക്ക് ആ ബന്ധം പരിചയപ്പെടുത്തി കൊടുക്കുക. ഇളം തലമുറക്ക്, വരുന്ന തലമുറക്ക്, ന്യൂ ജനറേഷൻ ഒരു സ്മാർട്ട് ഫോണിന്റെ പിന്നാലെ, സ്മാർട്ടിന്റെയും AI യുഗത്തിലാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്താണ് ഇവരുള്ളത്. ഒരു ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തേക്കൂല. ഒരു വർത്താനം പറഞ്ഞെ ഇങ്ങനെ വർത്താനം പറയാം, ആയിക്കോട്ടെ ഞാൻ വൈകുന്നേരം കൊണ്ടല്ലേ ഇങ്ങനെ പറയാം. ഈ പറഞ്ഞ ഇമ്മ പറഞ്ഞ കേൾക്കുന്നുണ്ട്, പാപ്പ പറഞ്ഞ കേൾക്കുന്നുണ്ട്, പക്ഷെ കേൾക്കണ ഇങ്ങനെ ഒന്നിപ്പൂക്കിയല്ലാണ്. ഇതാണ് ഈ കുട്ടികളെ യുഗം. ആ കുട്ടികൾക്ക് നമ്മുടെ കുടുംബക്കാരാരാണ്, ഉമ്മാന്റെ ബാക്കിയുള്ളവരാരാണ്, വാപ്പാന്റെ ബാക്കിയുള്ളവരാണ് കൊണ്ടേ കാട്ടിക്കൊടുക്കും. നമ്മള് ഹയാത്തുള്ള കാലത്ത് കാട്ടിക്കൊടുക്കണം. നമ്മൾ നാളെ കണ്ണടച്ചാൽ ഒരു പക്ഷെ ബഹുമാന രക്ഷിതാക്കളെ ഈ കുട്ടിയൊക്കെ നമ്മളെ ഈ ബാക്കി ആൾക്കാർ അറിയില്ല. അപ്പൊ നമ്മളൊന്ന് ഒരു സന്ദർശനം തന്നെ നടത്തിക്കൊണ്ട് പ്രത്യേകിച്ച് പെരുന്നാളൊക്കെ വരില്ലേ, ആ സമയത്ത് പറ്റുമെങ്കിൽ നമ്മള് കുറച്ച് സമയം കണ്ടെത്തിയിട്ട് അതിന് ഒന്ന് മെനക്കെട്ടാൽ വലിയ ഗുണം അതുകൊണ്ടുണ്ടാകും എന്നത് നാം ശ്രദ്ധിക്കുക. അതുപോലെ ഇനി പറഞ്ഞല്ലോ, മതപരമായ ചില ഓർമ്മപ്പെടുത്തലുകളും ഉണർത്തലുകളും വേണം പറഞ്ഞല്ലോ. അതില് പ്രധാനപ്പെട്ട സംഗതി, ഉദാഹരണം, നമ്മള് ചിലപ്പോ വാപ്പ നല്ലോ ഖുർആൻ ഓതും, മക്കൾ ഒന്നേ ഉണ്ടാവില്ല. റമദാനിലെടുത്ത് നോക്കിയാൽ ചിലപ്പോ ഉമ്മ നല്ല ഓതുന്നുണ്ടാവും, മക്കൾക്ക് ആ പരിപാടി ഉണ്ട്. അല്ലെ ഭാര്യ ഓതും ഭർത്താവില്ല, ഭർത്താവ് ഓതും ഭാര്യ, ഇങ്ങനെയൊക്കെ ഉണ്ടാവാം. അപ്പൊ എല്ലാവരും സ്വർഗത്തിൽ ഒന്നിച്ചുണ്ടാവും. ഇത് നമ്മൾ ആഗ്രഹം. കുടുംബം എല്ലാവരും ഒന്നിച്ച് സ്വർഗത്തിലുണ്ടാവും നമ്മൾ ആഗ്രഹം. ഒപ്പം നമുക്കൂടെ സന്തോഷവും ഇമ്പവും കളിയാണും വേണം. അത് ഈ നിലക്കായിരിക്കണം. വെറുതെ അടിച്ചു പൊളിച്ച സന്തോഷമല്ല ഉണ്ടാകേണ്ടത്. വെറുതെ അടിച്ചുപൊളി സന്തോഷമല്ല ഉണ്ടാകേണ്ടത്. മറിച്ച് നമുക്ക് വേണ്ട സന്തോഷവും ആനന്ദവും ഏതാണോ അതാണ് വേണ്ടത്. ആ രീതിയിൽ ഇനി നോക്കൂ, ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ നിന്ന് പിന്നെ മരിച്ചുപോയ ചില ആളുകളുണ്ടാവും അല്ലേ? നമ്മളിപ്പോ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആളുകൾ, നമ്മൾ പലരുടെയും മാതാപിതാക്കൾ, ചിലരുടെയെങ്കിലും മക്കൾ, ഭാര്യ, ഭർത്താവ്, സഹോദരി, സഹോദരന്മാർ, ഇങ്ങനെ പലരും വല്യപ്പ, വല്യമ്മ, പേരക്കുട്ടികള്, ഇങ്ങനെ പലരും മരിച്ചുപോയി. അല്ലാഹു തആല കുടുംബസമേതം ജന്നാത്തുൽ ഫിർദൗസിൽ ഒന്നിപ്പിക്കുമാറാവട്ടെ. പ്രാർത്ഥിക്കണം. ഈ വേറിട്ട് പോകുന്നുണ്ടല്ലോ, അതൊരു താൽക്കാലികമായ പിരിയലായി കാണാം. നമ്മൾ സാധാരണ പറഞ്ഞെങ്ങനെ, ഇപ്പൊ നമ്മുടെ നാട്ടില് കല്യാണം കഴിഞ്ഞാല് പിന്നെ ആ പെൺകുട്ടിനെ അവിടെ പുതിയാപ്പുള്ള പരി കൊണ്ടാക്കിയിട്ട് കാരണവത്തിയാൽ പെണ്ണുങ്ങൾ പറയുന്നത് നീ മരിച്ചു പിന്നെ വരെ ഇവിടെ നിൽക്കട്ടെ എന്നാണ്. അതെന്താണ് ഈ കാലത്ത് ഇവിടെ ഹയാത്തുള്ളവർക്ക് കാലം നിൽക്കട്ടെ അല്ലേ? സത്യത്തിൽ മരിച്ചു പിരിയുന്നത് പോലും താൽക്കാലികമായി കാണണം. കാരണം
അതൊരു പക്ഷെ നമ്മളിവിടെ ജനിച്ചു വന്നതിന്റെ സീനിയോറിറ്റി പ്രകാരമല്ല മരണം നടക്കുന്നത്. സുഖമില്ലാതെ ദിവസങ്ങളും മാസങ്ങളുമായി കിടക്കുന്ന വെള്ളിയാമ ജീവിച്ചിരിക്കവേ ഓടിച്ചാടി നടക്കുന്ന പേരക്കുട്ടി മരിക്കും നമ്മൾ കാണാറില്ലേ? മൂത്ത ജ്യേഷ്ഠൻ അവിടെ നിൽക്കെ ചെറിയ അനിയൻ മരിക്കുന്നത് കാണാറില്ലേ? അപ്പൊ ഈ ജനിച്ചു വന്ന ആദ്യം ആര് ജനിച്ചു എന്നതിനനുസരിച്ച് മാത്രമല്ല മരണം നടക്കുന്നത്. നമ്മള് ഓരോരുത്തരും അവരുടെ സമയമായാൽ പോകേണ്ടവരാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടുന്ന് മരിച്ചു പോയാൽ ഇൻഷാ അല്ലാഹ് അവിടുന്ന് കാണും, സ്വർഗത്തിലെല്ലാവരും ഉണ്ടാകണം. അവിടെ പിന്നെ ഒരു മരണമില്ലല്ലോ, അവിടെ പിന്നെ ഒരു അസുഖമില്ലല്ലോ, അവിടെ പിന്നെ ഒരു വാർദ്ധക്യത്തിന് പ്രശ്നമില്ലല്ലോ. ആ സ്വർഗത്തിൽ ഒന്നിച്ച് കുടുംബസമേതം ഉണ്ടാകണം എന്ന ആഗ്രഹവും അതിനു വേണ്ട പ്രവർത്തനവും ഉണ്ടാകും. അതിന് ദീനിയായ കാര്യങ്ങളിൽ സജീവമായിട്ട് കുടുംബം കൂടി ഉണ്ടാകണം. റസൂലുള്ളാഹി പറയുന്ന ഒരു സംഭവം, റഹിമല്ലാഹു റജുലൻ ഖാമ മിനൽ ലൈലി ഫസല്ല. റസൂലുള്ളാഹി പറയാണ്, ഒരു ഭർത്താവ്, റജുൽ ഉദ്ദേശിക്കുന്നത് ഭർത്താവിനെയാണ്. ഒരു ഭർത്താവിനെ അള്ളാഹു അനുഗ്രഹം ചെയ്യട്ടെ. അദ്ദേഹം രാത്രി എണീറ്റിട്ട് നിസ്കരിച്ചു. തഹജ്ജുദ് നിസ്കരിക്കുന്ന വിഷയം പറയുന്നത്. രാത്രി എണീറ്റ് നിസ്കരിച്ചു. അയാൾ മാത്രല്ല, അയാളുടെ ഭാര്യയും അയാള് വിളിച്ചുണർത്തി. അവൾ ഉറക്കച്ചടവ് കാരണം എഴുന്നേൽക്കാൻ വിസമ്മതിച്ചു എങ്കിൽ അവളുടെ മുഖത്ത് ഇങ്ങനെ വെള്ളം കുറഞ്ഞിട്ട് ഉണർത്തി. ആ പുരുഷന്, ഭർത്താവിന് അല്ലാഹ് അനുഗ്രഹം ചെയ്യട്ടെ. പിന്നെ പറഞ്ഞു, റഹിമല്ലാഹു ഇംറഅതൻ, ഒരു ഭാര്യയ്ക്ക് അല്ലാഹു അനുഗ്രഹം ചെയ്യട്ടെ. ഖാമത്ത് മിനൽ ലൈലി ഫസല്ലത്, ആ പെണ്ണെന്ത് ചെയ്തു? അവൾ രാത്രി എണീറ്റു, നിസ്കരിച്ചു. വഅയ്ഖലത് സൗജഹാ, എന്നിട്ടോ അവളുടെ ഭർത്താവിനെയും അവൾ വിളിച്ചുണർത്തി നിസ്കരിക്കാൻ വേണ്ടി. ഫഇൻ അബാ, ഉറക്കച്ചടവ് കാരണം അയാൾ എഴുന്നേൽക്കാൻ വിസമ്മതിച്ചുവെങ്കിൽ അയാളുടെ മുഖത്ത് അവൾ വെള്ളം തെളിച്ചു ഉണർത്തി. ആ ഭാര്യയ്ക്കും നേരത്തെ പറഞ്ഞ ഭർത്താവിനും അല്ലാഹു അനുഗ്രഹം ചെയ്യട്ടെ എന്നാണ്. അപ്പൊ എന്തുണ്ടാവും? പലയിടത്തും നടക്കലുണ്ട്. ഒന്നിൽ ഭാര്യ മാത്രം എണീറ്റിട്ട് അങ്ങനെ സുബഹിന് മുമ്പ് നിസ്കരിച്ചിട്ട് എണീറ്റിട്ട് അങ്ങനെ നിസ്കരിക്കുന്നുണ്ടാവും. പക്ഷേ ഭർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. ഓൾ വിചാരിക്കണം എന്താ മുമ്പ് ക്ഷീണിച്ച് കിടക്കല്ലേ, എന്നാ ഈ പെണ്ണ് നിസ്കരിക്കുന്നത് എന്തിനാണ്? സ്വർഗത്ത് പോകാനാണ്, പാപങ്ങൾ പുറത്ത് കിട്ടാനാണ്, ഇദ്ദേഹത്തിന്റെ പൊറുക്കണ്ടേ. അപ്പൊ ഒന്ന് വിളിച്ചുണർത്താറുള്ള ഇതിന്റെ അർത്ഥം നേരെ പോയിട്ട് ഇത് പ്രാക്ടിക്കലാക്കാൻ വേണ്ടി കട്ടിലെടുത്ത് കപ്പല് വെള്ളം കൊണ്ടു വെച്ചിട്ട് ടൈം 3 മണിക്ക് അലാറം വെച്ചിട്ട് വെള്ളം കൗത്താന്നല്ല. ആകെ അത്ഭുതമാവും. ഇതെന്താ കേസ്? എന്താണ്? ആദ്യം പറയണം നമ്മൾ 3 മണിക്ക് എണീക്കല്ലേ. അപ്പൊ ഞാൻ എന്നെ വിളിക്കാൻ ഇനി വിളിച്ചാൽ മതി. ഉണർന്നില്ലെങ്കിൽ ഈ വെള്ളം കൊടയാൻ സ്വന്തമില്ല കേട്ടോ. വെള്ളം തന്നെ ഉണർത്തിയ തട്ടിച്ചാലും മതി. ഉണർത്താനുള്ള സംവിധാനം മാത്രമാണ്, അല്ല വെള്ളം കൊണ്ട് സ്വന്തത്താന്ന് കരുതണ്ട. ഉണർത്തുക. അങ്ങനെ ചെയ്താൽ ആ കുടുംബത്തിൽ ഒരു ഈ പറഞ്ഞ പോലെ അനുഗ്രഹം, റഹ്മത്തുണ്ടാകും. ഇത് നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ വീട്ടിൽ ഈ പറഞ്ഞ ദീനിയായ അന്തരീക്ഷം ഉണ്ടാക്കുക. പിന്നെ പരസ്പരമുള്ള ഓർമ്മപ്പെടുത്തൽ പറഞ്ഞല്ലോ, അതുപോലെ ദിക്ർ, അള്ളാഹുവിന്റെ ദിക്ർ അത് വീട്ടിൽ നടക്കുക. ഇങ്ങനെയുള്ള ഒരു ദീനിയായ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിച്ചാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ വീട്ടിൽ ഈ ഒരു സന്തോഷം ഉണ്ടാക്കാൻ കഴിയും. ഇനി അതിന്റെ രണ്ടാമതൊരു ഭാഗം എന്ന് പറഞ്ഞാല്, ഈ കുടുംബത്തിൽ ഓരോരുത്തരും പരസ്പരം ചെയ്യേണ്ടുന്ന ബാധ്യതകളുണ്ട്, കടമകളും കടപ്പാടുകളും. അത് പരസ്പരം നിർവഹിക്കാൻ തയ്യാറായാൽ അവിടെയും ഈ പറഞ്ഞ ഒരു സന്തോഷം ഉണ്ടാവും. സന്തോഷം കളിയോ. വാപ്പ ആ വാപ്പാക്ക് കൊടുക്കേണ്ട മക്കളും കൊടുക്കുക, വാപ്പ മക്കൾക്ക് കൊടുക്കുക, ഭാര്യ ഭർത്താവിന് പറഞ്ഞ, ഇങ്ങനെ ഓരോരുത്തർക്കുള്ള അവകാശങ്ങളുണ്ടല്ലോ. അത് വകവെച്ച് കൊടുത്താൽ അവിടെ എന്തൊരു സന്തോഷം ഉണ്ടാവും. പലപ്പോഴും എന്താണെന്ന് അറിയുമോ? പിന്നെ ഞാൻ അത് കൂടെ വിശ്വസിക്കുന്നില്ല. പിന്നെ പലപ്പോഴും ഉണ്ടാകുന്ന സംഗതി, വാപ്പാനെ കാണുമ്പോ മക്കൾക്ക് പേടി. ഇപ്പൊ അൽഹംദുലില്ലാ പുതിയ തലമുറയിൽ ആ രംഗത്ത് മാറ്റം വന്നിട്ടുണ്ട്. പഴയ കാലത്ത് എങ്ങനെയാണ് വാപ്പയുടെ കൊലയുമുണ്ടാവും. അപ്പൊ മുന്നേ കൂടെ എന്ത് ചെയ്യും? മുന്നേ കൂടെ മകൻ വരുന്നുണ്ടാവും. എന്നിട്ടോ നേരത്തെ കൂടെ നല്ല മകൻ ചെയ്യും മെല്ലെ അപ്പുറത്തും കൂടെ പോട്ട് അടുക്കളയും കൂടെ നിൽക്കണം. അവിടെ പേടിച്ചിട്ട് അവിടെ കൊലയുമുണ്ട്, തൈരിലുണ്ട്, പേടിച്ചിട്ട്. എന്നിട്ട് ഉമ്മാടെ പോലെ തന്തപ്പടിയോടെ ഇരിക്കേണ്ട തന്തപ്പടി പഴയ കാലത്ത്. ഇന്നതല്ല, അന്നൊക്കെ മാറി. ഇന്ന് വാപ്പാനെ തോട് പിടിച്ചിട്ട് സെൽഫി എടുക്കുന്ന കാലം.
കുറച്ച് ഏറിയോന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അത് തോട് പിടിച്ചാണ്ട് സെൽഫി എടുത്ത് കൊടുക്കുക. അപ്പൊ ഏതായിരുന്നാലും ബന്ധം രൂഢമൂലമാക്കുക. വാപ്പ ഉമ്മ അവർ മക്കൾക്ക് നൽകേണ്ടത് നൽകുക. ആദ്യം ഞാൻ പറഞ്ഞ അങ്ങോട്ട് പറയാം. മാതാപിതാക്കളോട് മക്കൾ കാണിക്കേണ്ട ഒരു സംഗതി നോക്കൂ. സൂറത്തുൽ ഇസ്രായിലെ 23-24 നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ആയത്താണ്. അവിടെ മക്കൾ മാതാപിതാക്കൾ കാണിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. അല്ലാഹു തആല അവനെ മാത്രം ആരാധിക്കണമെന്ന് വിധിച്ചിരിക്കുന്നു. അതുപോലെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. എന്നിട്ട് പറഞ്ഞു ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബർ അഹദുഹുമാ ഔ കിലാഹുമാ. നോക്കണേ, എന്താണ് നിങ്ങളുടെ അരികിൽ ഒന്നുകിൽ ഉമ്മ അല്ലെങ്കിൽ ബാപ്പ അല്ലെങ്കിൽ രണ്ടാമോ അവർ വാർദ്ധക്യത്തിനവസ്ഥയിൽ നിങ്ങളുടെ അരികിൽ എത്തുന്നു. എല്ലാവർക്കും ശ്രദ്ധിക്കണേ, എല്ലാവർക്കൊന്നും മാതാപിതാക്കളെ വാർദ്ധക്യത്തിൽ കിട്ടിക്കോണമെന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയെന്ന് വിചാരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഒരാൾക്ക് തന്റെ മാതാപിതാക്കളെ വാർദ്ധക്യത്തിൽ ലഭിച്ചു, എന്നിട്ട് അവർക്ക് വേണ്ട സേവനങ്ങളും സഹായങ്ങളും ശുശ്രൂഷകളും ചെയ്ത് അതുവഴി സ്വർഗത്തിൽ പോകാൻ കഴിയാത്തവൻ പറ്റ നഷ്ടത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് അവൻ നന്മയിൽ നിന്ന് അകലട്ടേന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് എല്ലാവർക്കും ഉണ്ടായിക്കോണില്ല. കിട്ടിയാൽ ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുള്ള ആളുകൾ നമ്മൾ ആലോചിക്കേണ്ടത് വാർദ്ധക്യാവസ്ഥയിൽ, വാർദ്ധക്യം എന്ന് പറയുമ്പോ പിന്നെ അവർക്ക് സ്വന്തമായി കാര്യങ്ങൾ സ്വന്തമായി ചെയ്യാൻ കഴിയാതെ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ, അത് ഉമ്മാക്കോ ഉപ്പാക്കോ ഒരു ഘട്ടം. അങ്ങനെ വരികയാണ് എങ്കിൽ, അങ്ങനെ നമ്മുടെ മുമ്പിലുണ്ട് എങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അല്ലാഹു പറയാണ് ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫി എന്നവിടെ പറയുന്നത്. ഉഫ്ഫി നമ്മൾ പറയുന്നത് ശരിക്കും ഉഫ് തഅഫുഫ് എന്നൊക്കെ പറയുന്നത് അറബി ഭാഷയിൽ ഈ അനിഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു ശബ്ദമാണ്. ഒന്ന് പറയാം, ഉദാഹരണം പറയാം. നമ്മള് നല്ല ഉറക്കാണ്, ആ ഉറക്കത്തിന് നമ്മൾ ഉറങ്ങുന്ന നേരത്തെ ഇങ്ങനെ നമ്മൾ വിളിച്ചാല് ഉണർന്ന സമയത്ത് ഇതാണ് നമ്മൾ മലയാളത്തിൽ പറഞ്ഞു എന്നൊക്കെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ആ ഒരു അനിഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു ശബ്ദം അതുണ്ടാകരുത്. അതെപ്പോഴുണ്ടാകുക? ഉമ്മയും ബാപ്പയും വാർദ്ധക്യത്തിലാണ്. ചിലപ്പോ വാർദ്ധക്യം കൊണ്ട് ചിലപ്പോൾ എന്താണ് സംസാരിക്കേണ്ടതെന്ന് പോലും അറിയാത്തൊരവസ്ഥ ഉണ്ടാവും. ആ സമയത്തും അവരെ പരിപാലിക്കണം. അവർ പറയുന്നത് ഒരു പക്ഷെ ആ സമയത്ത് ഫിറ്റായിക്കോണമെന്നില്ല, എന്നാൽ സ്നേഹത്തോടെ പ്രതികരിക്കണം. അതിനോട് അവരോട് വെറുത്തുകൊണ്ടുള്ള അനിഷ്ടത്തോടെയുള്ള ഒരു ശബ്ദം വാക്കല്ല, ഒരു ശബ്ദം പോലും പുറപ്പെടുവിക്കരുത്. അവർക്ക് വേണ്ട സഹായവും സേവനവും ചെയ്യുക. അതിന് നമ്മൾ ഉണ്ടാവും എന്നുള്ളത് ഒരു പിന്തുണ അവർക്ക് കൊടുക്കുക. ഈ ചിലയിടത്തൊക്കെ ഉണ്ടാവും, എന്താ അറിയോ, വാപ്പ സുഖമില്ല കിടക്കണം, മൂത്രമൊക്കെ കിടത്തത്തിൽ അങ്ങനെ പോകുന്ന ചില കേസൊക്കെ ഉണ്ടാവും അല്ലേ? അങ്ങനെയൊക്കെ നമ്മുടെ റൂമിലേക്ക് കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് വാപ്പനെ വൃത്തിയാക്കി ഒക്കെ റെഡിയാക്കിയാണ്. ഇനിയിപ്പോ രാവിലെ മൂത്രമൊഴിക്കൊണ്ട് നിൽക്കുകയാണ് അല്ലേ? അങ്ങനെ ആവുമ്പോ ഈ രാവിലെ ചെല്ലുന്ന മൂത്രമൊഴിപ്പിക്കതൊക്കെ സംഭവിക്കാം. പക്ഷേ നമ്മൾ കുറച്ചേരം കഴിഞ്ഞിട്ട് ആ വാപ്പക്ക് ഇനി മൂത്രമൊക്കെ ഉണ്ടായി മൂത്രമൊഴിച്ചു എന്ന് കരുതാം. വാർദ്ധക്യത്തിലാണേ, കിടപ്പിലാണേ, അങ്ങനെ മൂത്രമൊഴിച്ചു എന്ന് കരുതാം. ആ വാപ്പാന്റെ മനസ്സ് നേരം മുഴുവൻ അസ്വസ്ഥായിരിക്കും. എന്താ കാരണം? ഇപ്പൊ എന്റെ മകൻ വരുമ്പോ ആ മൂത്രത്തിന്റെ സ്മെല്ല് അല്ലെ, അത് കിട്ടിയിട്ടാണ് ഇങ്ങോട്ട് വരാനുള്ളത്. എങ്ങനെ എന്താ എന്നുള്ള ആ ഒരു ചിന്ത ഈ ബാപ്പ നേരം കൂടെ ഒന്ന് മൂത്രമൊഴിച്ച് പോയി, അതുകൊണ്ട് അസ്വസ്ഥനാണ്. ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, അങ്ങനെ എങ്ങാനും ഉമ്മയെ കിട്ടിയാൽ അവിടെ തുറന്ന് പറയാം, ഞങ്ങളെ ക്ലീനാക്കി വെക്കിഞ്ഞ് മൂത്രമൊഴിക്കാൻ നിങ്ങൾ ഒഴിച്ചോട്ട് ഞാൻ മാതാപിതാക്കൾ ഒരു പ്രശ്നമില്ല നോക്കണം പറയണോട് എത്ര സന്തോഷം ഉണ്ടാവുന്നറിയോ? അല്ലെങ്കിൽ ആ ഉപ്പ മൂത്രമൊഴിച്ചു പോയി, നന്നാക്കി ഒരു മണിക്കൂർ കഴിഞ്ഞ് മൂത്രമൊഴിച്ചു പോയി, ആ ഉപ്പാക്ക് പിന്നെ ഉറക്കം വരുന്നില്ല, രാവിലെ എന്റെ മോനെ എങ്ങനെ ഫേസ് ചെയ്യാന്ന് ആലോചിച്ചിട്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള അവസ്ഥയിൽ എങ്ങാനും ഉണ്ടായാൽ തുറന്ന് പറയാം, വേണ്ട ഒരു വിഷമവും കരുതണ്ട, ഞാൻ ക്ലീൻ ആക്കിക്കൊണ്ട്.
ആ ബന്ധമൊക്കെ വല്ലാത്തതായിരിക്കും. ആ സമയത്ത് പോലും അവൻ വൃത്തിയാക്കേണ്ടി വരുമ്പോൾ ഈ ഉഫിനുണ്ടല്ലോ ഉണ്ടാകരുത്. ആ സ്മെല്ല് അടിക്കുന്ന സമയത്തും ഒരു ഉണ്ടാകരുത്. അവരുടെ ആ നിലക്കുള്ള ആ രീതിയിലുള്ള ഒരു പെരുമാറ്റം ഉണ്ടാകരുത്. നിറന്ന പറയണത് അവരെ അകറ്റരുത്, അവരെ അടിയൊളിക്കരുത്, അകറ്റാൻ പാടില്ല. മാന്യമായ സംസാരം പറയണേ. എന്തേ വാർദ്ധക്യത്തിലുള്ള മാതാപിതാക്കളെ നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയാൽ അങ്ങനെ ഖൗലൻ കരീമൻ മാന്യമായ സംസാരം നടത്തുന്നു പറഞ്ഞത് ഒരു പക്ഷേ നമ്മൾ പറയുന്ന രൂപത്തിലോ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രൂപത്തിലോ ആയിരിക്കില്ല അവരുടെ പ്രതികരണം. നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് സ്വപരവാന്യരും ചിലപ്പോണ്ടല്ലോ കഞ്ഞിയൊക്കെ കൊടുക്കണ രംഗണ്ട രോഗമായി കിടക്കുന്ന സമയത്ത് നാളെ ഈ കുടിച്ചോളി എന്നൊക്കെ വളരെ ചാട്ടമുണ്ടല്ലോ. ആ ചാട്ടമുണ്ടല്ലോ ഉണ്ടാകരുത്. മാന്യമായ സംസാരമായിരിക്കണം നടത്തേണ്ടത്. അവർക്ക് കാരുണ്യത്തിൽ നിന്നുള്ള ആ താഴ്മയുടെ എളിമയുടെ ചിറക് നീ താഴ്ത്തിക്കൊടുക്കണമെന്നാണ്. താഴ്ത്തിക്കൊടുക്കാൻ നമുക്ക് ചിറകുണ്ടോ? ഇല്ലല്ലോ. ഇതെങ്ങനെ ചിറക് താഴ്ത്തിക്കൊടുക്കൽ? അത് വല്ലാത്തൊരു സ്നേഹത്തിന്റെ വല്ലാത്തൊരു കാരുണ്യത്തിന്റെ പ്രകടനമാണ്. എന്താണത്? ഒരു തള്ളപ്പക്ഷി, തള്ളക്കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ ഉള്ളിൽ സംരക്ഷിക്കുമ്പോൾ ആ ചിറകിനുള്ളിൽ ആ അവയുടെ കൊക്ക് പുറത്തേക്കിട്ട് ചുണ്ട് പുറത്തേക്കിട്ട് നിൽക്കുന്ന ആ കോഴി കുഞ്ഞുങ്ങൾക്ക് വല്ലാത്തൊരു സെക്യൂരിറ്റി ഫീൽ ചെയ്യാനുണ്ട്, ഒരു വല്ലാത്ത സുരക്ഷിത ബോധമുണ്ട്. ഇതുപോലെ നിങ്ങൾ അവർക്ക് നിങ്ങൾ ഈ കാരുണ്യത്തിന് ചിറക് താഴ്ത്തി കൊടുത്തുകൊണ്ട് നല്ല രൂപത്തിലായിരിക്കണം വർദ്ധിക്കേണ്ടത്. പോരാ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹുവേ, അവർ ചെറുപ്പത്തിൽ എങ്ങനെയാണോ ഞങ്ങളെ പരിപാലിച്ചത് അതുപോലെ അവർക്ക് നീ റഹ്മത്ത് ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അപ്പൊ അത് നമ്മൾ മാതാപിതാക്കളോട് ആ ഭാഗം ചെയ്താൽ, അങ്ങനെ ചെയ്താൽ ആ കുടുംബത്തിന് സന്തോഷം ഉണ്ടാവും. ആ ഭാഗം ക്ലിയർ ആവും. ഇനി തിരിച്ചുണ്ട് ഈ കുടുംബത്തെ മനസ്സിലാക്കേണ്ടതാണ് ഉമ്മയുടെ കാര്യം. ഉമ്മക്ക് പ്രത്യേക ഒരു സ്ഥാനം കൂടെയുണ്ട്. കാരണം ഈ ഉമ്മ നമുക്ക് വേണ്ടി പിതാവിനേക്കാൾ സഹിച്ചവരാണ്. അറിയാമല്ലോ നമുക്ക് എന്ത് അല്ലാഹു തആല മനുഷ്യർ ഉപദേശിച്ച കാര്യം മാതാപിതാക്കളുടെ വിഷയത്തിൽ. അതിൽ ഉമ്മയുടെ കാര്യം പറഞ്ഞു. പ്രയാസം സഹിച്ചുകൊണ്ട്, പ്രയാസത്തിന്റെ മേലെ പ്രയാസം സഹിച്ചിട്ട് ഉമ്മ എന്ത് ചെയ്തു? അവനെ ഗർഭം ധരിച്ചു. ആ ഉമ്മ ഗർഭം ധരിച്ചു എന്നുള്ളതൊക്കെ സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കുക. ഒരു ആണായാലും പെണ്ണായാലും മനസ്സിലാക്കുന്നത്, ഒരു പെണ്ണ് അത് മനസ്സിലാക്കുന്നത് ആ പെണ്ണ് ഗർഭിണിയാകുന്ന സമയത്താണ്. അല്ലാതെ ഒരു വാക്കായിട്ടുണ്ടാവും. ഒരു ആണ് മനസ്സിലാക്കുന്നത് തന്റെ ഭാര്യ ഗർഭിണിയാകുന്ന സമയത്താണ്. ആ സമയത്ത് മാതാപിതാക്കളോട് ആ മക്കളുണ്ടല്ലോ, ഗർഭിണിയായ ആ പെണ്ണ്, അവളുടെ ഭർത്താവ്, അവർക്ക് രണ്ടുപേർക്കും അവരുടെ മാതാപിതാക്കളോട് ആ സമയത്ത് ഒരു പ്രത്യേക സ്നേഹവും ബഹുമാനം ഉണ്ടായി പോകും. എന്താ കാരണം എന്നറിയോ? എന്താണ്? അന്ന് ആ പെണ്ണ് മനസ്സിലാക്കാണ്, ഞാൻ ഇത്ര കഷ്ടപ്പെടുന്നു, നിറവയറുമായി ജീവിക്കുന്ന ആ പെണ്ണ് ചിന്തിക്കുകയാണ്, ഒന്ന് വിചാരിച്ച പോലെ തിരിഞ്ഞു കിടക്കാൻ കഴിയുന്നില്ല, ഒന്ന് വിചാരിച്ച പോലെ യാത്ര ചെയ്യാൻ കഴിയുന്നില്ല, വിചാരിച്ച പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ കഴിയുന്നില്ല, വിചാരിച്ച ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ വല്ലാത്ത പ്രയാസമാണ്. ഇത്ര പ്രയാസം എന്റെ ഉമ്മ എനിക്ക് വേണ്ടി സഹിച്ചിട്ടുണ്ടായിരുന്നല്ലോ വർഷങ്ങൾക്ക് മുമ്പ് എന്ന് അന്നാണ് ഒരു പെണ്ണിന് ബോധ്യമാകുന്നത്. ആ സമയത്ത് ആ പെണ്ണിന് സ്വാഭാവികമായി തന്റെ ഉമ്മയോട് വല്ലാത്ത സ്നേഹം വരും. ഈ സ്ത്രീയുടെ അവസ്ഥ കൂടുതൽ അടുത്തറിയുന്ന ഭർത്താവ്, എന്റെ ഉമ്മ എനിക്ക് ഇതുപോലെ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. ഒന്ന് കിടക്കുന്ന പെണ്ണ് ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കണമെങ്കിൽ അതിൽ കുറെ പ്രൊസീജിയർ പാലിച്ചിട്ടേ തിരിഞ്ഞു കിടക്കാൻ കഴിയുന്നുള്ളൂ. ആ രൂപത്തിൽ എന്റെ ഉമ്മ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടതാണല്ലോ എന്ന് അന്ന് തിരിച്ചറിയും ആ ചെറുപ്പക്കാരൻ. തന്റെ ഭാര്യ ആദ്യമായി
ഗർഭിണിയാകുന്ന തന്റെ ആദ്യ കുഞ്ഞിനെ ഗർഭം ധരിക്കുന്ന അതിന്റെ ആ നിറവയറുമായി വരുന്ന ആ ഒരു ഘട്ടത്തിലാണ് ആ ഭർത്താവിനത് ബോധ്യമാകുന്നത്. അപ്പൊ ഒന്നുകൂടെ മാതാവിനോട് പിതാവിനോട് സ്നേഹം കൂടും. ആ മാതാപിതാക്കൾ ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ ഉമ്മയെ അയാൾ നോക്കിക്കാണുന്നത് വല്ലാത്തൊരു സ്നേഹത്തോടെ ആയിരിക്കും, വല്ലാത്തൊരു ബഹുമാനത്തോടെ ആയിരിക്കും. പക്ഷേ ചിലരുടെയെങ്കിലും ഉമ്മമാർ അതിന് മരിച്ചിട്ടുണ്ടാകാം. ഇവ പെണ്ണെട്ടി ഇവന് കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരൻ, ആ താഴെ പ്രായത്തിലുള്ള മക്കൾ ആലോചിക്കേണ്ടത് അതിന് കാത്തു നിൽക്കണ്ട. ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ഏറെ സ്നേഹം നൽകാൻ തയ്യാറാവുക. പിന്നെ പറഞ്ഞു 2 വർഷത്തെ അവർക്കുള്ള മുലയൂട്ടൽ. ഇങ്ങനെ തുടങ്ങി ആ രംഗത്തൊക്കെ അവർ സഹിച്ച പ്രയാസങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ചുരുക്കി പറയട്ടെ, ഇനി ഇതോടൊപ്പം മക്കളുടെ കാര്യത്തിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യം, ചില പോയിന്റ് മാത്രമായി ചുരുക്കുകയാണ്. അവിടെ ഈ പറഞ്ഞ ഇമ്പവും സ്നേഹവും ഒക്കെ നിറഞ്ഞു നിൽക്കണമെങ്കിൽ മക്കളെ അടുത്ത് സ്നേഹിക്കണം. ഇന്നിപ്പോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, അതിപ്പോ ചില കൊലപാതകങ്ങൾ മറ്റൊക്കെ അപൂർവമായി നടക്കുന്ന കേസ്, നമ്മൾ സംശയമില്ല. അതിങ്ങനെ സാമാന്യവൽക്കരിക്കുന്നതും ശരിയല്ല. എല്ലാ മക്കളും അങ്ങനെയാണ്. മഹാഭൂരിഭാഗം മക്കൾ അങ്ങനെയല്ല, വളരെ അപൂർവം. അതുകൊണ്ടൊക്കെ വാർത്തയാണ്. ആ ഉമ്മാനെ മകൻ വെട്ടിക്കുന്നത് വലിയ വാർത്തയാണെന്നുള്ളത് അപൂർവമായിട്ടല്ലേ. പക്ഷേ പേടിക്കേണ്ട സംഗതിയാണ്. ആ ഒരു നിലക്ക് വളർന്നു വരിക എന്നുള്ളത് അപകടകരമാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാല് മക്കളുമായിട്ട് അടുത്തൊരു ബന്ധം ഉണ്ടാക്കാൻ മാതാപിതാക്കൾ തയ്യാറാണ്. പ്രത്യേകിച്ച് ഒരു കൗമാരപ്രായം, ഒരു 13 വയസ്സ് മുതൽ 20 വയസ്സ് വരെ പ്രായത്തിലുള്ള മക്കൾ, ആൺകുട്ടികളും പെൺകുട്ടികളും ഉള്ളവരുടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവർക്ക് നമ്മൾ ഫ്രണ്ട്സ് ആയി നിൽക്കണം. ഇവിടെ മിസ്റ്റർ പാപ്പായിട്ട് ഇങ്ങനെ ദമ്മുടിച്ചെന്നാൽ ദമ്മനുണ്ടാവുള്ളൂ. എന്താ വേണ്ടേ? അവരായിട്ട് അടുത്ത ബന്ധം ഉണ്ടാക്കുക. അവരുടെ സ്വകാര്യങ്ങൾ കേൾക്കാൻ, കട്ടുകേൾക്കല്ല, അവർക്ക് സ്വകാര്യം പറയാനുള്ള ആളായിട്ട് മുന്നോട്ടുക. പറയാൻ പാടല്ലേ, നോക്കാം. അങ്ങനെയുള്ള നമ്മളെ പറ്റിച്ചൊന്നും കുട്ടികൾ പോകൂല. നമ്മളറിയാത്ത ബന്ധങ്ങളിലേക്ക് അവർ അങ്ങനെ ഒന്നും പോകൂല. എന്നാലും ഒരു നിരീക്ഷണം ഉണ്ടാകും. അടുത്ത ബന്ധം ഉണ്ടാകും. അവരോട് നല്ല ആ മക്കൾക്കിടയിൽ നീതി പാലിച്ചുകൊണ്ടും അങ്ങനെ ആ മക്കൾ എന്തിനാണ് അവരെ ശിക്ഷിക്കുന്നത് പോലും എന്തെങ്കിലും വിഷയത്തിൽ വഴക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലെ, ആ പറണ്ടേക്ക് വരുന്ന പോലും എന്തിനാണ് അത് എന്ന് അവരറിയണം. എന്തിനാണ് അവരെ ഈ പറഞ്ഞത് ശിക്ഷിച്ചതെന്നുള്ള അറിയണം. വെറുതെ നമ്മളെ പ്രശ്നം തീർക്കാൻ, നമ്മൾ ദേഷ്യം തീർക്കാനുള്ള ഒരു ചാൻസ് ആകരുത്. അത് ഇങ്ങനെ ഒന്നല്ല. ചില അമ്മമാരുണ്ടല്ലോ, കുട്ടികളടിക്കും, അടിക്കേണ്ട കേസിൽ പഠിക്കലേക്ക് വരും. പക്ഷെ ഈ അടിക്കുന്നത് എന്തിനാണ് ഈ കുട്ടിയേക്കാരെ, പ്രത്യേകിച്ച് ചെറിയ മക്കളൊക്കെ ഇതൊക്കെ എന്തിനാണ് ഈ അടി കിട്ടിയെന്ന് അറിയില്ല. അതൊന്നുമല്ല, ചിലപ്പോ ഭർത്താവും ഈ പെണ്ണുമായിട്ട് എന്തോ പ്രശ്നം ഉണ്ടായി, ഭർത്താവ് ഉണ്ടായിട്ടോ, ഊപ്പർ ചൂടായിക്കൊണ്ട് പോയതേക്കാണ്. ഇതിന്റെ മനസ്സിലിങ്ങനെ തലൊക്കെയാണ്. അന്നേരം തന്നെ ചെറിയ കുട്ടി വന്നാണ്ട് എന്താ അമ്മ അതെന്ന് ചോദിച്ചു. അതിനകത്ത് എന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് എന്താ ചോദിച്ചിട്ട് ഒറ്റടി കാര്യമില്ല. ഈ കുട്ടി അറിയില്ല എന്തിനാണ് ഈ കിട്ടിയത്. അങ്ങനെ ആകരുത്. നമ്മളെ ദേഷ്യം തീർക്കാൻ ടൂൾ ആകരുത്. കുട്ടിയെ ഒന്ന് അടിക്കേണ്ടി വന്നാൽ അതും, ഒന്ന് വഴക്ക് പറയേണ്ടി വന്നാൽ അതും, ഒന്ന് മുഖം കറുപ്പിച്ച് എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വന്നാൽ അതൊക്കെ എന്റെ ഉമ്മ എന്നോടാ പറഞ്ഞത്, എന്റെ ഉപ്പ എന്നോടാ പറഞ്ഞത്, ഞാൻ ഇത് തിരുത്താനാണ്. അങ്ങനെ ആയാൽ ഇനി ആ കുട്ടി ഇതിലേക്ക് പോകുന്നുണ്ടാവും. കുട്ടിക്ക് ഓർമ്മ ഇതിനാണ് അന്ന് ഉപ്പ പറഞ്ഞത്. അങ്ങനെ ഓർമ്മ നമുക്ക് കുറെ കേസില്ലേ നമ്മുടെ ജീവിതത്തിലില്ലേ. അന്നൊരു അടി കിട്ടിയില്ലെങ്കിൽ നമ്മളെ കഥ ഉണ്ടാവും. നമുക്ക് ആലോചിക്കും, അന്ന് വാപ്പടിച്ചത്, ഉമ്മ അടിച്ചത്, ആ ചീത്ത പറഞ്ഞത് അല്ലേ, അന്ന് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വേറെ പോയിട്ടുണ്ടാവും. അപ്പൊ അത് അങ്ങനെയുള്ള നല്ല ഉദ്ദേശത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാവണം. ആ മനസ്സിലാകുന്ന രൂപത്തിൽ നമ്മൾ ഈ കുട്ടികളെ കൊണ്ടുവന്നാൽ അത് വലിയ ഹൈറാണ്. പിന്നെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മക്കൾക്ക് ഞാൻ അവസാനിപ്പിക്കാൻ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എങ്ങനെയാണെന്നറിയാം? ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ഇബാദുർ റഹ്മാന്റെ ഗുണം പറയുന്നിടത്ത് സൂറത്തു അൽ ഫുർഖാൻ ഏകദേശം അവസാന ഭാഗത്ത് അല്ലാഹു പറയുന്നുണ്ടല്ലോ. എല്ലാവർക്കും അറിയുന്ന പ്രാർത്ഥനയാണല്ലോ. ആ പ്രാർത്ഥന ആലോചിച്ച് നോക്കി. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ. അല്ലാഹ് ഞങ്ങൾക്ക് ഞങ്ങളുടെ
ഇണകളിലും മക്കളിലും പുറത്തുമായി നൽകണേ. പുറത്തായി കൺകുടികൾ. പുറത്തു നിന്നുള്ള വാക്കിന്റെ അർത്ഥം തണുപ്പ്. അറബിയില് പുറത്ത് നിന്നുള്ള തണുപ്പ് എന്നർത്ഥം. അഴിൽ നടന്ന കണ്ണുകൾ, കണ്ണിന്റെ തണുപ്പ്. ഇവിടെ നോക്കി തൊട്ടോക്കി തണുപ്പുണ്ടാവുന്നല്ല, കണ്ണിന്റെ നമ്മൾ കൺകുളിർമ എന്ന് പറഞ്ഞു തണുപ്പ്. അത് ഇവിടെ തൊട്ടുനോക്കിയ തണുപ്പ്, അത് മനസ്സിന്റെ ഒരു സന്തോഷം, നേരത്തെ പറഞ്ഞ ഇമ്പുണ്ടല്ലോ, അത് അതിന്റെ ഒരു പ്രകടനമായി ഫീൽ ചെയ്യുന്നതാണ്. മക്കളെങ്ങനെ കാണുമ്പോൾ മനസ്സിന് സമാധാനം, ആ ഒരു കൺകുളിർമ അത് നൽകണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കണം. ആത്മാർത്ഥമായി ചെയ്യണം മക്കൾക്ക് വേണ്ടി. അവരുടെ ദുനിയാവിന്റെ പല വിഷയങ്ങളും പ്രാർത്ഥിക്കാറുണ്ടല്ലോ, ജോലി, വിവാഹവും അങ്ങനെ തുടങ്ങി പറയുന്നത്. ഒപ്പം അതൊക്കെ ഉണ്ടാകും. അതോടൊപ്പം അവരുടെ ദീനീ വിഷയങ്ങൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ആ കാര്യവും നമ്മൾ മറക്കാൻ പാടില്ല. പിന്നെ അവസാനിപ്പിക്കാൻ, അവർക്ക് വേണ്ട ദീനീയായി വിദ്യാഭ്യാസം കൊടുക്കാൻ മറന്നു പോകരുത്. മതപരമായ ബോധനങ്ങൾ നൽകാൻ നമ്മൾ വിട്ടുപോകരുത്. വേറെ പലതും കൊടുക്കണ്ടാവും, ഒക്കെ കൊടുക്കണം. പക്ഷെ അതിന്റെ കൂടെ ദീനീ ബോധം കൊടുത്തിട്ടില്ലെങ്കിൽ ഈ മക്കളെ നമുക്ക് പരലോകത്ത് ഉപകരിക്കൂല. നമ്മൾ മരിച്ചു തുടങ്ങിയത്, നമ്മൾ മരിച്ചാൽ ആ ബാപ്പാക്കും വേണ്ടി, ആ ഉമ്മാക്കും വേണ്ടി ഈ കുട്ടികൾ പ്രാർത്ഥിക്കണമെന്നിട്ടൊക്കെ അറിയോ? നമ്മളെ മയ്യത്തെ വീട്ടിൽ നിന്ന് ഇറക്കുന്ന നേരത്ത് ആ മകൾ പൊട്ടി കരയും. സ്വാഭാവികമാണ്. ഇനി എത്ര രോഗമായി കിടന്ന വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും, ഇത്രയും കാലം ആ ഉമ്മ രോഗിയായിട്ടെങ്കിലും ആ ഉപ്പ രോഗിയായിട്ടെങ്കിലും ഉണ്ടായിരുന്നു, അതും ഇല്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് കരയും. അവർ കണ്ടിട്ടില്ലേ ഖബറുകളൊക്കെ ഒരുപക്ഷെ മാസങ്ങളോ വർഷങ്ങളോ തളർന്ന് കിടക്കുന്ന ഉപ്പ മരിച്ചിട്ട് ആ മയ്യത്ത് മറവ് ചെയ്യുമ്പോഴും അവിടെ ഇരുന്നിട്ട് വിങ്ങി കരയുന്ന മക്കളെ നമ്മൾ കണ്ടിട്ടില്ലേ? എന്താ അവിടെ മനസ്സിലേക്ക് പോകുന്നത്? അവര് വാപ്പ മരിക്കാൻ സാധ്യതയുണ്ട് നമുക്കറിയാം, കാരണം രോഗായി എപ്പോഴും മരിക്കാതെ ഘട്ടത്തിൽ കിടക്കുകയാണ്. പക്ഷേ അവരുടെ ചിന്തയിലൂടെ പഴയ കുറെ സംഭവങ്ങൾ കടന്നു പോകാൻ സ്വാഭാവികമാണ്. പക്ഷേ പലപ്പോഴും ആ കരച്ചിൽ മാത്രമായി അവശേഷിക്കുന്നുവെങ്കിൽ പരലോകത്തൊന്നും ഉപകരിക്കില്ല. മറിച്ച് അവർക്ക് വേണ്ടി മക്കൾ പ്രാർത്ഥിക്കുകയാണോ അത് ഉപകരിക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരാൾ മരിച്ചാൽ 3 ഒഴിച്ച് ബാക്കിയെല്ലാം കെട്ടാവും. അതിലൊന്ന് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനം. ആ സന്താനം ഉപകരിക്കാൻ 2 കാര്യമാണ്. ഒന്നോ സ്വാലിഹാണോ, അവൾ സ്വാലിഹത്താണോ, ദുആ ചെയ്യുന്ന സ്വാലിഹത്തായ കുട്ടി ഉപകരിക്കും എന്നാണ്. അത് നമുക്കറിയാം. പക്ഷെ നമ്മളെ കുട്ടിയൊക്കെ അറിയോ? അറിഞ്ഞാൽ ഓക്കെ, പല കുട്ടികൾക്കും അറിയില്ല, നമുക്കറിയാം. അതുപോലെ റസൂലുള്ളാഹി പറഞ്ഞു, സ്വർഗത്തിൽ ഒരു മനുഷ്യനുണ്ടാകുന്ന, വിശ്വാസിയായ മനുഷ്യനുണ്ടാകുന്ന ഒരു സ്ഥാനക്കയറ്റം, ഒരു പ്രമോഷൻ, ആ വിശ്വാസിയായ മനുഷ്യൻ ചോദിക്കും, അല്ലാഹുവേ അന്നാലി ഹാദാ, ഇതെനിക്ക് എവിടുന്നാണ്, എന്തുകൊണ്ടത് കിട്ടിയെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ മറുപടി, ഇസ്തിഗ്ഫാരി വലദിക ലക, നിന്റെ സന്താനം നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിയിരുന്നു, ആ വകുപ്പിൽ കിട്ടിയതാണ് ഇത് എന്ന്. അപ്പൊ അതും നമ്മൾ ശ്രദ്ധിക്കാം. പിന്നെ ഭാര്യ ഭർത്താക്കന്മാർ, ഞാൻ ഓരോ പോയിന്റ് മാത്രം ആ വിഷയത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നല്ല ഭർത്താവിനെ കുറിച്ച്, നല്ല ഭാര്യയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി, അഥവാ ഒരു ഭാര്യ ഭർത്താവിനെ അനുസരിക്കണം. ഭർത്താവ് ഭാര്യയ്ക്ക് ഒരു കെയർ കൊടുക്കുന്ന, സംരക്ഷണം കൊടുക്കുന്ന ആളാകണം. ഭർത്താവ് തന്റെ കുടുംബത്തിൽപ്പെട്ടവരോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽപ്പെട്ടവരോ ആയ ആൾക്കാരെ മുമ്പ് വെച്ചിട്ട് ഈ ഭാര്യയെ ഇൻസൾട്ട് ചെയ്യരുത്. ഞാൻ ഉദാഹരണം മാത്രം പറയാം. അതുണ്ടായിരുന്നു. അവൾക്കും അവിടെ അഭിമാനബോധമുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വിമർശനം പറയണ്ടെങ്കിൽ തിരുത്തണ്ടൊക്കെ വരും. സ്വകാര്യമായി തിരുത്തുക. മക്കളെ മുമ്പ് വെച്ചിട്ട് ഒരിക്കലും ആ മക്കളുടെ ഉമ്മയായ നമ്മുടെ ഭാര്യയെ ചീത്ത പറയരുത്. ആ മക്കളുടെ മനസ്സെന്തായിരിക്കും? ആ മക്കളുടെ മാനസികാവസ്ഥ ആലോചിച്ചു. അതുകൊണ്ട് അങ്ങനെ വല്ലതും പറയണ്ടെങ്കിൽ ബെഡ്റൂമിൽ ചെന്നിട്ട് കുറ്റിട്ടിട്ട് വർത്താനം പറയാം. അത് തിരുത്തങ്ങൾക്ക് മാത്രം വർത്താനം പറയാം, അല്ലാതെ ആളെ മുമ്പിലിട്ട് ഇൻസൾട്ട് ചെയ്യരുത്. എന്തിനാണ് പറഞ്ഞത്? നേരത്തെ പറഞ്ഞ പോലെ ആ ബോധത്തോടെ പറയും ചെയ്യാം. അതുപോലെ ഭാര്യമാർ ഭർത്താവിനെ അനുസരിക്കണം. ഭാര്യ ഭർത്താവിനെ അനുസരിക്കണം. ആ അനുസരിക്കണം എന്ന് പറയുമ്പോഴും ശ്രദ്ധിക്കേണ്ടത്, അയാൾക്ക് റെസ്പെക്ട് കൊടുത്തുകൊണ്ട്, ബഹുമാനം കൊടുത്തുകൊണ്ട് സമീപനമായിരിക്കണം ഭാര്യയുടെ ഭാഗം. ഇങ്ങനെ സാധാരണ പൊട്ടിത്തെറിച്ച് പറയരുത്.
പൊട്ടിത്തെറിച്ച് പറയരുത്, ചാടി കയറി പറയരുത്. ബഹുമാനത്തോടെ ആയിരിക്കണം. ഈ രണ്ട് ഭാഗവും ശ്രദ്ധിക്കുക, അനുസരിച്ച് മുന്നോട്ട് പോയി ഇൻഷാ അല്ലാഹ് ഈ കുടുംബം സന്തോഷമുള്ള കുടുംബമാവും. ഇതൊക്കെ പാലിച്ചാൽ അല്ലെ, കുടുംബം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നത്. പക്ഷെ പലപ്പോഴും കൂടുമ്പോൾ ഭൂകമ്പം ഉണ്ടാകുന്നത്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടോടെ കെട്ട് ഇട്ടിമുട്ടിയൊക്കെ പാടായിട്ട് കൂട്ടുകയാണ്. അപ്പൊ അത് ശ്രദ്ധിക്കും, നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകാതിരിക്കണം. അത് മനുഷ്യന്മാരാണ്, എന്തെങ്കിലുമൊക്കെ വിള്ളൽ വരും. ആ വിള്ളൽ വന്നാൽ അത് നന്നാക്കുക എന്നുള്ളൊരു ഡ്യൂട്ടി നമ്മൾ ചെയ്യണം. മനുഷ്യന്മാരല്ലേ, പല സംഭവം പലരും പല സ്വഭാവക്കാരാണ്. ഭാര്യ ഭർത്താവ് തന്നെ ഇയാൾ ഈ തറവാട്ടിലും മറ്റേ വേറെ തറവാട്ടിലോ രണ്ട് ജീവനും രണ്ട് സ്വഭാവമൊക്കെ ഉണ്ടോ, ഇവർ ഒന്നിക്കണം. ആ ഒന്നിക്കുമ്പോൾ സ്വാഭാവികമായി ചിലയിടത്തൊക്കെ ചില വിള്ളലൊക്കെ ഉണ്ടാവും. ആ വിള്ളല് അതെന്താക്കണം, പരിഹരിക്കണം, മുൻകൈ എടുക്കണം. അതുകൊണ്ട് ഭാര്യയും ഭർത്താവ് നമ്മൾ ധാരണയാൽ മതി. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ഞാന് അതോ തെറ്റിക്കഴിഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുപോകണം, ഈ എത്തിക്കഴിഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോകണം, ഇങ്ങനെ ധാരണയായ മതി. രണ്ടാൾ കൂടി ഇങ്ങനെ ഉണ്ടെങ്കിൽ അകന്നകന്നു. അപ്പൊ ആ രീതിയിൽ ഒരു നല്ല ബന്ധം കാത്തു സൂക്ഷിച്ചാൽ ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് കൊണ്ട് ആ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവുമെന്ന് മാത്രമല്ല, ഈ പറഞ്ഞ കാര്യങ്ങൾ പാലിച്ച് ദീനിയായ കാര്യങ്ങൾ പാലിച്ച് പോവുകയാണെങ്കിൽ കുടുംബസമേത സ്വർഗത്തിലുണ്ടാവും. جنات عدن يدخلونها ومن صلح من آبائهم وأزواجهم وذرياتهم. ഖുർആൻ പറയുന്നുണ്ട് സൂറത്തുൽ റഅദിൽ കാണാം. എന്താണ് വിശ്വാസികൾ അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. അവർ മാത്രമല്ല ومن صلح من آبائهم وأزواجهم وذرياتهم. സ്വാലിഹീങ്ങളായ അവരുടെ മാതാപിതാക്കൾ, സ്വാലിഹീങ്ങളായ അവരുടെ ഇണകൾ, സ്വാലിഹീങ്ങളായ അവരുടെ മക്കൾ അവരും സ്വർഗ്ഗത്തിൽ ഒന്നിച്ചുണ്ടാവും. പക്ഷെ അവിടെ അവൻ സ്വലഹ എന്ന നിബന്ധന വെച്ചിട്ടുണ്ട്. അതിലൊരാള് സ്വാലിഹ് അല്ലെങ്കിൽ ആ ആള് സ്വർഗത്തിൽ ഉണ്ടാവില്ല. നമ്മളെ റേഷൻ കാർഡില് എത്ര പേരുണ്ട്, 5, 8, 10 ഉണ്ടാവുമല്ലോ. അതിത്തെ 5 ആളുണ്ടെങ്കിൽ ആ 5 ആളും സ്വർഗത്തിൽ അല്ലെങ്കിൽ 4 ആളുണ്ടെങ്കിൽ ആരാണ് പോകുന്ന ഇത്തൊരാളാണ് ആലോചിക്കാൻ വയ്യ നമുക്ക്. അതുകൊണ്ട് എല്ലാവർക്കും സ്വർഗത്തിൽ കുടുംബസമേതം പ്രവേശിക്കാനുള്ള യോഗ്യത ഉണ്ടാക്കണം. വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെയും കുടുംബത്തെയും നരകത്തിൽ രക്ഷപ്പെടുത്തണം. മനുഷ്യരും കല്ലുകളും കത്തിക്കപ്പെടുന്ന നരകമാണത്. വളരെ റഫായി പെരുമാറുന്ന മലക്കുകളാണ് ഇതിന്റെ പാവങ്ങളായിട്ടുള്ളത്. അള്ളാഹ് അനുസരണക്കേട് കാണിക്കാത്ത, അള്ളാഹ് അനുസരിക്കുന്ന കാവൽക്കാരായ മലക്കുകൾ ആ നരകത്തിൽ നിന്ന് നിങ്ങളെ ഈ കുടുംബത്തിൽ രക്ഷപ്പെടുത്തണം അള്ളാഹു പറയുന്നുണ്ട്. അതുകൊണ്ട് ആ കാര്യം എല്ലാവരും ഒന്നുകൂടെ ഓർക്കുക. അറിയാവുന്ന കാര്യമാണ്, ഓർക്കുക. ആ നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തും പരലോകത്തും ആ ഒരു സന്തോഷം കുടുംബത്തിൽ നൽകുന്ന, അങ്ങനെ കുടുംബസമേതം സ്വർഗ്ഗത്തിൽ എത്തിച്ചേരുന്ന നല്ലവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല തന്ന അവസരങ്ങൾ ഇങ്ങനെ തീർന്നുകൊടുക്കുകയാണ്. ഓരോ ദിവസവും കുറഞ്ഞുകൊടുക്കണം. ഈ കൊല്ലം പോലും നോമ്പിന് നമ്മുടെ കൂടെ തുടങ്ങിയ ആൾക്കാര് ഇത്ര ദിവസമായപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. കൊണ്ടോട്ടിക്കടുത്തുള്ള എയർപോർട്ടിന്റെ പള്ളിയില് ഈ കൊല്ലത്തെ നോമ്പിന്റെ 2 or 3 നോമ്പിന്റെ സമയത്ത് സുബഹി നിസ്കരിക്കാൻ വേണ്ടി നമ്മുടെ ഒരു സഹോദരൻ അവിടെ വന്നതാണ്. സുബഹി നിസ്കരിക്കാൻ ഏതാനും മിനിറ്റുകൾ കൊണ്ട് ജമാഅത്തിൽ അവിടെ സുന്നത്ത് നിസ്കരിക്കാൻ, ആ സുന്നത്ത് നിസ്കരിച്ചു കൊടുക്കുമ്പോൾ സുജൂദിൽ അദ്ദേഹം മനുഷ്യൻ മരിച്ചു വീണു. ഈ നോമ്പന് അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതൊക്കെയാണ് നമ്മുടെ സ്ഥിതി എന്ന ഓർമ്മ നമുക്കുണ്ടാകണം. അതുകൊണ്ട് നോമ്പുകൾ നന്നാക്കുക, നമസ്കാരം, സ്വതക്ക, ഖുർആൻ പാരായണം തുടങ്ങി എല്ലാം നമ്മൾ നന്നാക്കുക. അതിൻ്റെയൊക്കെ സ്വീകാര്യതയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അള്ളാഹു തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. നേരത്തെ സൂചിപ്പിച്ച മദീനത്തുൽ ഹോസ്റ്റലിന്റെ നടത്തിപ്പുള്ള കലക്ഷൻ നടക്കുന്നുണ്ട്. എല്ലാവരും ഇനിയും നൽകാത്തവർ എല്ലാവരും നൽകുക. കുറച്ചാളുകളൊക്കെ നമ്മുടെ അധ്യാപകർ പലരും വന്ന് ഇങ്ങനെ പുറത്തുനിന്ന് കണ്ടിട്ടുണ്ട്. അള്ളാഹു തആല നമ്മളിന്നൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. മറ്റൊരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. എൻ്റെ നാട്ടിനടുത്ത് നമ്മുടെ പള്ളി ഇല്ലാത്തൊരു സ്ഥലത്ത്, അവിടെ ഒരു പള്ളിക്ക് കഴിഞ്ഞ വർഷം സ്ഥലം കൊടുത്തു. അൽഹംദുലില്ലാഹ് ഭാഗത്തൊക്കെ അതിന്റെ കലക്ഷനൊക്കെ വന്നിരുന്ന കുറേ ആളുകൾ സംഭാവന ചെയ്തിട്ടുണ്ട്. അള്ളാഹു തആല ജാരിയായ സ്വതക്കയായി സ്വീകരിക്കുമാറാവട്ടെ. അങ്ങനെ അതിന്റെ സ്ഥലമൊക്കെ പിന്നെ അതൊക്കെ അതിന്റെ ക്യാഷ് കൊടുത്തു. ഇനി പള്ളിക്ക് 65 ലക്ഷത്തോളം വരും. അതിന് ഒരു കുടുംബത്തിലെ ഏതാനും ആളുകൾ അതിന്റെ ഒരു 25 ലക്ഷത്തോളം
തരാമെന്ന് പറയുകയും അതിൻ്റെ ഏകദേശം സ്ട്രക്ചർ കംപ്ലീറ്റ് ആകുന്ന രൂപത്തിൽ അവർ ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അവരിൽ നിന്നും ജാരിയായി സ്വതന്ത്രയായി അള്ളാഹു സ്വീകരിക്കട്ടെ. സ്വർഗത്തിൽ അള്ളാഹു ഭവനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി ബാക്കി എമൗണ്ട് കൂടെ ഒരു 10-40 ലക്ഷത്തോളം ഉണ്ടാക്കേണ്ടതുണ്ട്. അതിന് കലക്ഷൻ നടത്താനല്ല പറയുന്നത്. അങ്ങനെ ചിലപ്പോൾ ആ 2 കാര്യങ്ങളാണ്. ഒന്ന്, ചിലർ അങ്ങനെ ഒരു പുതിയ നമ്മുടെ പള്ളിയില്ലാത്ത സ്ഥലത്ത് പള്ളി ഉണ്ടാക്കണം, അതിലേക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നൊക്കെ നീക്കി വെച്ചവരോ നെയ്യത്ത് ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ അത്തരം ആളുകളും വിവരം അറിയിക്കണം എന്നതിനും, പിന്നെ ഈ സംരംഭം ഇതുപോലെ നമ്മുടെ നാട്ടിൽ പലയിടം നടക്കുന്നുണ്ട്, അതൊക്കെ അത് പൂർത്തിയാക്കാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവോട് ദുആ ചെയ്യണം എന്നുകൂടെ പറയാൻ വേണ്ടിയാണ്. അള്ളാഹു അത്തരം കാര്യങ്ങളൊക്കെ നല്ല രൂപത്തിൽ പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ വന്നുപോയ തെറ്റുകൾ, കുറ്റങ്ങൾ അല്ലാഹു നമുക്കെല്ലാം പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കുടുംബസമേതം ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കാനും നരകത്തിൽ രക്ഷപ്പെടാനും അല്ലാഹു നമ്മെ ഈ കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നോമ്പുകൾ, നമസ്കാരങ്ങൾ, സ്വതകൾ, ഖുർആൻ പാരായണം തുടങ്ങി എല്ലാ അമലുകളും റഹ്മാനായ അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഏതിലെങ്കിലും എന്തെങ്കിലുമൊക്കെ തകരാറുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് അത് നമുക്ക് മാപ്പ് നൽകി സ്വീകരിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. السلام عليكم.